വന്നിരിക്കുകയാണ്. അറിയാം, എല്ലാവർക്കും ഗെയിം പ്ലേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗെയിം പ്ലേ വാക്ക് ത്രൂ എന്നേ പറയാം. ഹായ് ഗെയിമിംഗ്, ഹലോ. ഈ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വാമ്പയർ ആയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുക. വാമ്പയർ എന്തൊക്കെ ചെയ്യുമോ എങ്ങനെയൊക്കെയാണോ അതുപോലെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു മലയാളി വാമ്പയർ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഗെയിമാണ്. അപ്പോൾ ഈ താഴെ കിടക്കുന്നത് ബ്ലഡാണ്. ഇതാണ് ഗെയിം. നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഡ്രസ്സ് മാറ്റാനുള്ള ഓപ്ഷനൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ കിട്ടും സ്റ്റേജ് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് സംഭവങ്ങളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. വോയിസ് കുറവാണോ? വളരെ കുറവാണോ? തീരെ കേൾക്കുന്നില്ല, തീരെ കേൾക്കുന്നില്ല. ഇപ്പോഴോ? ഇപ്പൊ ഓക്കെയാണോ? ഇപ്പൊ ഓക്കെയാണോ? നോക്കിയേ, തെറ്റാണോ? ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും ബാക്കിലോട്ട് പോയിട്ട് വരും. നോക്കിയിട്ട് പറയണം ഓക്കെയാണോന്നുള്ളത്. അയ്യോ ബാമ്പറാണെങ്കിൽ ഭയങ്കര പേടിയുള്ള പാവം ബാമ്പറാണ്. നല്ലവനായ ഉണ്ണി എന്നൊക്കെ പറയുന്ന പോലെ. ഓ, നമ്മൾ സ്ക്രീന് മാറ്റിയിട്ടില്ല, അതുകൊണ്ടായിരിക്കും. ഇപ്പൊ സ്ക്രീന് മാറ്റി. ഓക്കെയാണോ? ഇപ്പൊ ഓക്കെയാണോ നോക്കിയേ? ഇപ്പൊ ഓക്കെയാണോ? ഹായ് ബ്രോന്റെ വോയിസ് ചെറുതായി കേൾക്കുന്നില്ല. എന്താ സംഭവം എന്ന് മനസ്സിലാവണില്ലടാ. ഇപ്പോൾ ഓക്കെ ആണോ? ഒന്ന് നോക്കിയേ, ചെക്ക് ചെയ്ത് നോക്കിയേ. ഇപ്പോൾ ഓക്കെ ആണോ? ഇപ്പോൾ ഓക്കെ ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഗെയിം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ എന്താ പറയുക, വാമ്പയർ ആയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ക ഒരു വാമ്പയർ സൗണ്ട് ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. നമ്മളത് ചേഞ്ച് ചെയ്തിട്ടില്ലായിരുന്നു സ്ക്രീന്. ഇപ്പോൾ ഗെയിം കാണുന്നില്ലേ? അപ്പോൾ ഇതാണ് വാമ്പയർ കേട്ടോ, മലയാളി വാമ്പയർ. നമ്മൾ നടന്നിങ്ങനെ പോകുമ്പോൾ ദേ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ആ, അവിടെ ഉണ്ടല്ലേ. ഗണ്ണൊക്കെ പിടിച്ച് നിൽക്കുകയാണല്ലോ. എൻ്റെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ലേ. നിന്നെ ഞാനിന്ന് കൊല്ലുവാടാ. അയ്യോ, എന്നെ കുത്തിക്കൊന്നടാ. അയ്യോ, എന്നെ കിട്ടില്ലടാ. പിന്നെ ഞാൻ അപ്പുറത്തവനെ ഞാൻ കൊല്ലും. ഓടിക്ക്. എവിടെ ഇങ്ങോട്ട് വാ, അങ്ങോട്ട് വാ. ഗണ്ണൊക്കെ പിടിച്ചോണ്ട് നിൽക്കണേ, ഞാൻ വിളിച്ചിരിക്കും. ചേടാ, അത് ഭയങ്കര സീനായല്ലോ. ചത്ത്. ആരൊന്നുകൊണ്ടും പേടിക്കണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് വാമ്പയർ ആണെങ്കിൽ നമുക്ക് ചില സാഹചര്യങ്ങളിൽ കത്തിയൊക്കെ വേണ്ടി വരും. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് പവറൊന്നും കാര്യങ്ങളൊന്നും സെറ്റായിട്ടില്ല. അപ്പം കുറച്ച് കഴിഞ്ഞാൽ കിട്ടും. ആഹാ, നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പറക്കുന്നു, ഇവിടുന്ന് അങ്ങോട്ട് പറക്കുന്നു. എന്ത് രസം. പറന്ന് കളി. ഓ, ഇവിടെ കുറെ ആരൊക്കെ സംസാരിക്കണ്ടല്ലോ. അവരൊക്കെ എങ്ങനെ കൊല്ലാനാണ്? ഇവിടെ നിന്ന് അങ്ങോട്ട് പറന്ന് ചെന്ന് കൊല്ലാനുള്ള വകുപ്പൊന്നും ഇപ്പം ഇല്ല. ചാടാനുള്ള പട്ടണം ഏതാന്ന് പോലും എനിക്കറിയില്ല. മണ്ടന്മാരാ. എൻ്റെ ഫുഡ് സ്റ്റെപ്പ് ഒന്നും കേട്ടിട്ട് അവർക്ക് മനസ്സിലാവണമെന്നില്ല. കൂടെ പോയിട്ട് നൈസായിട്ട് കൊല്ലാൻ പറ്റുമോ? ഓ, ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ. അയ്യോ, ഇതെന്താണിത്? ഇനിയുണ്ടോ? ഇനി ഞാനിപ്പോൾ ശരിയാക്കി തരാം. നീ കുറെ നേരമായല്ലോ. ഇതിൽ ബ്ലഡ് എങ്ങനെയാണ് കുടിക്കാവോ?
അതാണ് അറിയാത്തത്. ഇതാരാ? കണ്ടല്ലേ, ഇപ്പൊ തരാം. വെറും ബാള്. അതേടാ, കത്തി കൊണ്ട് കുത്തുന്ന വാമ്പയർ ഞാൻ ആദ്യമായിട്ട് കാണാണത്. വേറെ ഒന്നും ഇല്ല ഇതിലേ. ഇവന് ചോര കുടിക്കാനുള്ള വകുപ്പൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇനി വേണമെങ്കിൽ അങ്ങോട്ട് പറന്നിട്ട് എന്തിനാണ്? തീ ചാടി ചാവുമോ? ചാവൂല്ലേ, വേണ്ട. ഇത് പാവം വാമ്പയറാണ്. മലയാളി ആയതുകൊണ്ട്. മലയാളികൾ എല്ലാവരും പാവാണല്ലോ, അതിൻ്റെ ഒരു ഇതുണ്ട്. ഇത് ലോക്കാം. അയ്യോ, അവിടെ ഒരാളിരിക്കണ്ടല്ലോ. ചേട്ടായി പാല് തുറന്നു തരുമോ? എന്നിട്ട് വേണമെങ്കിൽ ഷോര ഓടിക്കാൻ. ഇനി ഞാൻ എങ്ങോട്ട് പോകും? എനിക്കാണെങ്കിൽ വഴി അറിയില്ല. ഈ ദേശത്തെ വഴി എനിക്കറിയില്ലടാ. ആ, എന്താണിത്? ഓ, ഇത് നമുക്ക് കിടന്നുറങ്ങാനുള്ള സ്ഥലമാണ് കേട്ടോ. അത് ചത്തെടുക്കുന്നു. എങ്ങനെയാ ചത്തേ? അടുത്തൊരു വീട് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇതെന്താണിത്? ഇതൊക്കെ എന്താണിത്? ബോംബോ? ഓഹോ, ഇതിലേ ആർത്തി. ഓഹോ, എൻ്റെ കയ്യിൽ ബോംബുണ്ടോ? അപ്ഗ്രേഡ്. ഓ, നമുക്കിതൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം. എന്നാലേ എന്തായാലും ഇതുകൊണ്ട് വെട്ടി കളിക്കേണ്ടി വരും. 45 ഡാമേജ്. ഇത് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യും? ഓ, അങ്ങനെ നമ്മൾ കത്തിൻ്റെ പവർ കൂട്ടിയിട്ടുണ്ട്. സെറ്റ്. ഇനി തോക്കിൻ്റെ പവർ കൂട്ടണം. തോക്കൊക്കെ എങ്ങനെ എടുക്കാമെന്ന് പോലും എനിക്കറിയില്ല. ആ, ഇത് വരെ കൂട്ടി വെക്കാം. ഓ, കൂട്ടാനുള്ള സാമഗ്രികളൊന്നും ഇല്ലല്ലേ? വേണ്ട, ഇതൊന്നും കൂട്ടാൻ പറ്റില്ല. പറ്റിച്ചതാ. നമ്മളല്ലേ ഇത് വേറെ കാണലാണല്ലോ. ഇതെന്തത്? എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല. ആ, ഇവിടെ എന്തുണ്ട്? റീഫിൽ ഓൾ. ആ, ശരി. ഇവിടെ കുറച്ച് പൈസ ഉണ്ട്, എടുക്കാം. വെറുതെ കിട്ടുന്നല്ലേ. ഒന്ന് കിടന്നുറങ്ങണം. ഓ, കിടന്നുറങ്ങുമ്പോഴാണ് ഇതൊക്കെ. നമ്മൾ ഈ ബ്ലഡൊക്കെ എങ്ങനെ കുടിക്കാവോ? ഇതെന്താ? അത് വേണ്ട. എന്താണ് അഗ്രസീവ്? ഇതെന്താണിത്? ബ്ലഡ് സ്പിയർ. ഇതോ ഷാഡോ മിസ്റ്റ്. വേണ്ട. അൾട്ടിമേറ്റോ? ഇതൊക്കെ ലോക്കാണ്, അതൊന്നും കിട്ടൂല. ബോഡി. ആ, ബ്ലഡ്. ബിഗ് തേഴ്സ്റ്റ്. ആ, ഇതാണ് ബ്ലഡ് കുടിക്കുന്ന സാധനം തോന്നുന്നു. ബ്ലഡ് കപ്പാസിറ്റിയോ? ഇൻക്രീസ് യുവർ ബ്ലഡ് കപ്പാസിറ്റിയോ? വേണ്ട. ഇൻക്രീസ് യുവർ ബ്ലഡ് അബ്സോർപ്ഷൻ വെൻ യൂസിങ് ബൈറ്റ് ഇൻ കോമ്പാക്ട്. ആ, അയ്യോ, ഇത് കുറേ ഉണ്ടല്ലോ. നമ്മളിനി കുറച്ചും കൂടെ കൂടുതൽ ബ്ലഡ് കുടിക്കും. നല്ലതാ. ഒരുപാട് ബ്ലഡ് കുടിക്കാം. ബൈറ്റ്. എടോ, ഹാർഡ് ബൈറ്റിങ്ങോ? ഇനി പോയിന്റ് ഇല്ലല്ലോ. സാരമില്ല, ആകെ മതി. മലയാളികളെല്ലാം പാവമാ, എന്നെ പോലെ. ശരിയാ, ഞാനും. മീറ്റു. അപ്പം നമ്മൾ പുറത്തേക്ക് പോവാണ്. സ്ഥലം. ഓ, ഇതാ വീട് തന്നെയാണല്ലേ. ഇപ്പം അപ്പുറത്തേക്ക് എത്തണമല്ലോ. ചാടിയാ ചാവൊന്നുമില്ല. അതിൻ്റെ മുകളിലെന്താ? ഓ, ആ വീടാ. ഇനി ഇതിലെ പോയി നോക്കാം. ഇതിൽ മാപ്പൊന്നും ഇല്ല കേട്ടോ. മാപ്പ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര റിസ്ക്. അത് എങ്ങോട്ട് പോകണ്ട്? ഫോളോ ദ ബ്ലഡ് ട്രയൽ ഫ്രം ദ ബ്ലഡ്. അയ്യോ, ഒരു മനുഷ്യൻ. ഇവരൊക്കെ തീരുമ്പോ ഉണ്ടായോ? എവിടുന്ന വരുന്നത്? ഇവിടെ ഫുള്ളുണ്ടായോ? ഇവിടെ ഫുള്ള് ഇവരൊക്കെ അല്ലേ ഞാനിപ്പോ കൊന്നത്. നല്ല കഥ. ഇവരെയാണ് ഞാനിപ്പോ ഇവിടുന്ന് കൊന്നിട്ട് പോയത്. ആ ബ്ലഡ് ഇതിലൊക്കെ പോകുന്നുണ്ട്. ആ, ഇവിടെ എടുത്തുണ്ടല്ലേ. ഇതിനെ നൈസായിട്ട് പോയി കൊന്നാലോ? അതെന്താ, അവൻ്റെ തലക്കടിച്ചാ?
ആ ആരും പേടിക്കണ്ട, ഞാൻ ചോര കുടിച്ചാ. ഇത് മൾട്ടിപ്ലെയർ ഇല്ലടാ, ഈ ഗെയിമിൽ മൾട്ടിപ്ലെയർ ഇല്ല. പക്ഷേ മൾട്ടിപ്ലെയർ ഇല്ല, ഇങ്ങനെയുള്ളൂ. ചേട്ടാ എന്നെ വെട്ടല്ലേ. അതാരാ 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 അതാരാ? എന്നെ പേടി വെക്കല്ലേ, ഞാൻ ചത്തുപോലെ. ചത്ത നല്ല രസം. ഇവിടെ ഒരാളും കൂടി ഉണ്ടായിരുന്നല്ലോ, അവൻ ചത്താ? ഓ ഇപ്പം എല്ലാവരും ചത്തുട്ടാ. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇനി ഈ ഡോറ് തുറന്നിട്ടാണ് നമുക്ക് പോകേണ്ടത്. ഈ ഡോർ അത് നമുക്ക് അപ്പുറത്തുനിന്ന് തുറക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അങ്ങോട്ടാ? അവിടെ എന്തോ ഉണ്ടല്ലോ. അവിടെ ഒന്നുമില്ല. ഓ ഇവിടെ എലി ഉണ്ട്. എലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ സ്ട്രെങ്ത് ഉണ്ടാക്കുന്ന സാധനം കേട്ടോ. ഇവിടെ എലിയെ എലിക്കുട്ടാ എവിടെ? ബ്രോ വാമ്പയർ അല്ലേ, പിന്നെ എന്തിനാ മനുഷ്യരെ പേടിക്കുന്നത്? ആ ഞാൻ പേടിയുള്ള വാമ്പയറാണ്. എവിടെ? ഇതിലൊരു എലി പോകണുണ്ടല്ലോ. ഇവിടെ ഇവിടെ വാ. ആവോ ഇപ്പം മാക്സിമം സ്ട്രെങ്ത് കിട്ടി. ഇനി ഓടി വയ്ക്കാലോ. നോർത്ത് ഡോക്ക്. ഓ അപ്പൊ ഇങ്ങോട്ടും പോകാൻ പറ്റില്ല എന്ന് പറയാം. അപ്പുറത്തേക്കും പോകാൻ പറ്റില്ല, അപ്പുറത്തേക്കും പോകാൻ പറ്റില്ല. പിന്നെ എവിടേക്ക് പോകാനാണ്? Fresh blood. The whole building reeks of it. The scent is so strong it makes me dizzy. ആരോ ഇവിടെ സ്വയം കുത്തി ചത്തു. ഇവിടെ ബ്ലഡൊക്കെ കാണുന്നുണ്ട്. ഇതിലാണ് നമുക്ക് പോകേണ്ടതെന്ന് തോന്നുന്നു. അതുപോലെ അവിടെ കുറേ ആളുകളും ഉണ്ട്. നന്നായി. സൗണ്ട് ഉണ്ടാക്കാതെ ഇങ്ങനെ പോവാമെന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ ചിരിപ്പിക്കല്ലേ കേട്ടോ. ഞാനേ ഓ നമുക്കെന്തൊരു വടി കിട്ടിയടാ. തുറക്കൂ സീസേ, വാതിൽ തുറക്കൂ. ആരാണ് ഇവിടെ? ആളില്ല. ആരാണ്? ആരാണ്? ഞാൻ വെടിച്ചു കൊല്ലു. നീ എന്നെ അടിക്കൂ. എന്താവാത്തേ? അയ്യോ നിന്നെ ഞാൻ പുറകുന്ന് വിട്ടൂടാ. ഇതെന്താ പിന്നെ അടി വാങ്ങാനായിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത്. അയ്യോ ഇവനാണെങ്കിൽ ചാവണമില്ലത്. കുറെ നേരമായി ഞാൻ വിട്ടു. കുറെ നേരമായി നീ കളിക്കുന്നു. നീ ആരാ? William was an honorable man. I could have saved him. Mr. Hampton, are you in there? I knew him well, another lost soul, a kindred spirit. Sir, listen to the sound of my voice. I'm a doctor. You're suffering from shock. I must return to my flock. They'll stray without me. That's nice. Remember, certain skulls are every bit as resistant as we are. Who are you? What do you mean by skull? You truly are a newborn. I should have realized. Wait. You are the woman from the bar. Are you like me? Can you help me? I believe, sir, I already have. ഞാൻ ക്രിമിനലല്ല, ഒന്ന് പോയേ. ഞാനൊരു പാവാണ്. ഞാൻ ദുഷ്ടന്മാരൊക്കെ അങ്ങോട്ട് തീരുമാനാക്കുന്ന ഒരു പാവം മനുഷ്യനുണ്ടോ? ഇയാളെ രക്ഷിക്കണേണ്ട.
ഇയാളെ എടുത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. By George and the saints, you've solved the mystery of these terrible murders. അതാരാ? ഓ, ഇത് മറ്റേ ഡിറ്റക്റ്റീവ്. Patience, good fellows, I've come to offer help. Just give me a moment to secure my boat. We can leave this awful place. William was not the evil man they claimed. He was just taken by the thirst. He needed this drink. This man requires medical attention. You'll see he gets to the nearest hospital. No, please, I must tend to my fold. My flock needs me. Yes, sir. Go with the good Dr. Swansea. He's resourceful, and I'm sure he'll take good care of you. You'd best come as well. The sun is soon to rise, and you'll need a place to rest. I just need a moment. If I can learn something about what has happened to William, I'll be a step closer to understanding what happened to me. യാ ഞാൻ ഇനി എവിടേക്ക് പോകും? എവിടെ പോകാനാണ്? ഇയാൾ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കണോ? അപ്പൊ അതിന് ആ ബ്ലഡ് ഇതായി നിൽക്കുന്ന ആള് ചാവൂലേ? This poor creature can't be my maker. Could it be some subspecies of vampire? അതെ. I must find a place to analyze the blood. അയാൾ അവിടെ ഇരിക്കുന്നു, ഇയാൾ ഇവിടെ ഇരിക്കുന്നു. നമ്മൾ എങ്ങോട്ട് പോകും? ഇതിലാണെങ്കിൽ മാപ്പും ഇല്ല, അതാണ് റിസ്ക്. മാപ്പില്ലാത്തതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല എന്താണെന്ന്. ഓടിക്കോ. ഈ വാതിലടച്ചോ. എന്നെ ജീവിക്കാൻ സമ്മതിക്കൂല, എവിടേക്കും പോകാൻ സമ്മതിക്കൂല. മോൾക്കും പറക്കാൻ പറ്റൂല, താഴേക്കും പറക്കാൻ പറ്റില്ല. ഇതിലെ പോകാൻ പറ്റുമോ? ഇതിലൊന്ന് ചാടി കയറടേ. വാമ്പയർ അല്ലേ? വാമ്പയറിൻ്റെ പേര് അങ്ങോട്ടായിരിക്കും കേട്ടോ. അങ്ങോട്ട് മാപ്പിടൂ. ഓ, ഇവിടെ കുറച്ച് ബ്ലഡ് കാണുന്നുണ്ട്. ഇവിടെ എന്തോ ഉണ്ട്. ഇവിടെ മെഴുകുതിരി കത്തിച്ചിട്ടുണ്ടല്ലോ. ചേട്ടാ എന്നോടെ കൊണ്ടുപോകോ? ഞാനിവിടെ ഒരു ബോട്ടും. ഓ, ഇതിലെ വഴിയുണ്ടല്ലോ അല്ലേ? ഈ പെട്ടിയെടുക്കാൻ ഇതെന്താ അസ്ഥിയോ? അനലൈസ് ദ ബ്ലഡ് എന്നൊക്കെയല്ലേ പറഞ്ഞത്? ബ്ലഡ് അനലൈസ് ചെയ്യാനിപ്പോ ബോർഡ് ദ ബോട്ട്. ഓ, അതന്നെയാണോ? ഞാൻ വന്നു. എന്നെ വേഗം വീട്ടിലേക്ക് എത്തിക്കും. എന്നിട്ട് പുതിയ ഡ്രസ്സൊക്കെ താ. ഈ ഡ്രസ്സ് ഇട്ടാണ്ട് ആൾക്കാർക്കൊന്നും ഒരു വിലയില്ലാന്നേ. പവറില്ലാത്ത വാമ്പയർ. അത് സ്റ്റാർട്ടിങ് അല്ലടാ, സെറ്റാവും. നോക്കിക്കോ. നമ്മള് ഫുള്ള് പൊളിയാണ്. സൗണ്ട് എല്ലാം ഓക്കെ അല്ലേ? എല്ലാം സെറ്റ് അല്ലേ? Where are we headed? We're on our way to the Pembroke Hospital. It's just across the canal. They'll have a bed for poor Mr. Hampton. William was... What manner of creature was he? Predator, prey, villain, and victim. Who can say? The important thing is that he's been stopped. Duly noted. And the woman? What... Who is she? What woman? Oh, don't play me for a fool. You used me to locate that skull. You must know who she is. And I thought you a gentleman. You shouldn't talk about a lady behind her back, but I will tell you she values her privacy. Were London as peaceful as she appears from the middle of the canal? But if only that were the reality of the situation. To be honest, I've always tried to avoid this part of town. Pembroke Hospital is the last bastion between the rest of London and the epidemic. The flu has decimated the East End and the war still rages. Welcome to the front lines of a plague. This is where you work, Dr. Swansea? I am the administrator of Pembroke Hospital. I thought you were here in service of your mysterious order, the Brotherhood of... Of St. Paul's Stole, yes. But first and foremost, I'm a man of science. A physician, like yourself, Dr. Reed. How do you know who I am? No need for modesty. You are Dr. Jonathan Reed, a surgeon of some caliber and renown, if I'm not mistaken. You are correct, sir. I knew it. I had my suspicions. But when you took the blood sample from the corpse of poor William, I was certain. Dr. Reed. Marvelous. Have we met? I attended 3 of your seminars before the war. I have the utmost admiration for your research. And what a turn of fate. England's most esteemed blood specialist returns to London a vampire. Again.
from a so-called man of science. I understand. Traditionally, the role of science is to refute myth, but when myth walks among us, the Brotherhood of St. Paul has dedicated its purpose to their study. There's so much for you to learn. And for that, you are right. Well, then let me be blunt. Join my staff at Pembroke Hospital as a physician. I suspect you'll not find a better post of employment to contemplate your predicament. This is sudden. I was returning home to see my sickly mother. But alas, that was before contracting this affliction. Dr. Reed, take a moment to consider. The post would be for the night shift, providing a good explanation for your absence during daylight hours. You'll be adequately reimbursed and have a place to hide. I even had the forethought to bring some clean clothes. So, what do you say? It seems I have little choice, but yours is a generous offer, so I thank you. Brilliant! Oh, Jonathan, this is one for the book, and the beginning of a beautiful friendship. ലൈവാണ് നമ്മൾ ഇപ്പോൾ മലയാളി വാമ്പയറാണ്. വാമ്പയർ സോറ കുടിക്കും. ആടാ വോയിസ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി അങ്ങോട്ടുള്ള ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, Dr. Swansea, thank goodness. I was beginning to be concerned. വെരി ഗുഡ്. Worry no more, Nurse Crane. ഒന്നുമില്ല അമ്മച്ചി, വെള്ളത്തിലൂടെ വരുമ്പോഴേ ഭയങ്കര ട്രാഫിക്, അതാ കുറച്ച് ലേറ്റ് ആയി. Oh, doctor, what a night. We lost 2 more patients. Nurse Scow said she couldn't take it anymore and resigned. Yes, well, I'll make a new rota in the morning. In the meantime, find a... ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ അസുഖം വന്ന ആളില്ലേ, ഈ സുഖമില്ലാത്ത ആള്, ഇയാളെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ ആ പെണ്ണുമ്പിള്ള ഇവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. ഇയാള് ഡോക്ടറാണ്. അപ്പൊ നമ്മളെന്തായാലും വാമ്പയർ ആണല്ലോ, അപ്പൊ നമുക്ക് എന്താ പറയാ, നമുക്ക് രാത്രി എന്തായാലും പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പോ ഈ കമന്ററി കഴിയട്ടെ, ഇത് ഈ സംഭവം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. Here at Pembroke, it's not what we have, but what we haven't. It's only thanks to Nurse Crane and the staff that our ship doesn't sink. If you have any questions, just ask her. Duly noted. Thank you. Your assistance is required, Dr. Swansea, immediately. Welcome aboard, Jonathan. We'll catch up after my rounds. Coming, Nurse Crane. I'm coming. ഇത് തിരിച്ചു വന്നാ ഇപ്പൊ ഇതിൽ നടന്ന കോൺവെർസേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾക്ക് ഒരു ഹോസ്പിറ്റലുണ്ട്. ഇയാൾക്ക് ഹോസ്പിറ്റൽ എന്നാണ് ഞാൻ പറയുന്നതെന്നുള്ളൂ, അയാൾ ഹോസ്പിറ്റലൊന്നുമല്ല, അതൊരു ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടെ പാർട്ട് ടൈം എന്ന് പറഞ്ഞാൽ രാത്രി സമയങ്ങളിൽ വർക്ക് ചെയ്യാൻ നമ്മൾ എടുത്തിരിക്കുകയാണ്. നമ്മൾ ഡോക്ടറാണല്ലോ. അപ്പോൾ അതാണ് ഇപ്പോൾ ഇത്ര നേരം ഉണ്ടായ കോൺവെർസേഷൻ. അപ്പോൾ രാത്രി അവിടെ വന്ന് നിൽക്കുക എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് പോയി, നമുക്ക് എന്തായാലും പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നേരെ പോയിട്ട് എന്ത് ചെയ്യാം, അവിടെ നിൽക്കാം, രോഗികളെ ശുശ്രൂഷിക്കാം, ഇടയ്ക്ക് ബ്ലഡും കിട്ടുമല്ലോ അവിടെ നിന്ന്. ആളുകളൊക്കെ ഒന്ന് കുടിക്കാന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ബ്ലഡ് ബാങ്ക് മറ്റേ ഇതുണ്ടാവുമല്ലോ ഹോസ്പിറ്റലിൽ, ബ്ലഡ് സേവ് ചെയ്തിട്ടില്ലേ, അതിനെടുത്ത് നമുക്ക് കുടിക്കാൻ ജീവിക്കാം. നമ്മൾ എന്തായാലും വാമ്പയറായി പോയില്ലേ. കൊതുകിൻ്റെ ജീവിതമാണ് ഒരു വാമ്പയറിൻ്റെ ജീവിതം എന്ന് എനിക്കിത് കളിച്ചപ്പോൾ മനസ്സിലായി. പുല്ല് വിലയാടോ. ഇതെന്താ ഇവർ രണ്ടാളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഹലോ, ഇയാൾ ചത്തോ? ഞാനിനി എവിടേക്ക് പോവും? ഓ, ഇയാൾക്കൊന്നും സംസാരിക്കാനൊന്നും ഇല്ലാന്ന്. അപ്പം ഞാനെന്ത് ചെയ്യും? ഇതിലെ പോയി നോക്കാം. അതോട് അവിടെ കുത്തിക്കൊല്ലണതാ. Each heart contains the seeds of life. Drink at this river, try it all. ഹലോ, Bastard gave me a good poke. ആര്? Oh, come on, you bastard!
I won't bite. Sir, please. You've lost too much blood. Calm yourself. You think I didn't notice? Stop your staring and get me to an hospital, you arse! Be more polite. Insulting a good Samaritan. Not exactly the way to get rescued. All right, sorry. I am in pain here. Me guts are spilling out onto the street and you're yabbering on. Yes. That's a very nasty wound you've got there. Take my word, I am a doctor. Dr. Jonathan Reed. Name's Clay Cox. I'd appreciate you helping me to a better place, Doc. Follow me, Mr. Cox. Let me assist you to that better place. Blood quality. ഇവിടെ നമ്മൾ ബ്ലഡിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഒരു മിനിറ്റ്. ദ ബ്ലഡ് ക്വാളിറ്റി ഇൻഡിക്കേറ്റ്സ് ഹൗ മച്ച് XP യു വിൽ ഒബ്റ്റൈൻ ഫ്രം പർട്ടിക്കുലർ സിറ്റിസൺ. അതായത് ബ്ലഡ് ക്വാളിറ്റി ഓരോ ആളുകളുടെ ശരീരത്തിലുള്ള ബ്ലഡിൻ്റെ ക്വാളിറ്റി വെച്ചിട്ടാണ് നമുക്ക് കിട്ടുന്ന XP, നമ്മൾ ഏൺ ചെയ്യുന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ XP എന്ന് പറഞ്ഞ സാധനം പോയിൻ്റ്. പിന്നെ ദ ഹയർ ദ ബ്ലഡ് ക്വാളിറ്റി ദ മോർ XP യു ഗെറ്റ്. ഓക്കെ, നല്ല ബ്ലഡിൻ്റെ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, കൂടുതൽ പോയിൻ്റ് കിട്ടും. നമ്മൾ ആ ബ്ലഡ് കുടിക്കണം. എന്നാൽ ഇനി ഞാനെങ്ങനെ ബ്ലഡ് കുടിക്കും? ടു ഡ്രിങ്ക് ദ ബ്ലഡ് ഓഫ് യുവർ പ്രേ യു ഫസ്റ്റ് നീഡ് ടു മെമ്മറൈസ് ദം ടു ലീഡ് ദം ഔട്ട് ഓഫ് സൈറ്റ് ഫ്രം അതേഴ്സ്. ഓക്കെ, ഈ മെമ്മറൈസ് ലെവൽ മസ്റ്റ് ബി ഈക്വൽ ഹയർ ദാൻ ദ സിറ്റിസൺ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്ലഡ് കുടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സിറ്റിയിൽ വെച്ചിട്ട് എന്തായാലും നമുക്ക് ആളുകളുടെ ഇടയിൽ നിന്ന് വെച്ചിട്ട് നമുക്ക് ഒരാൾ ബ്ലഡ് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും കൂടെ അലർട്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അയാളെ സംസാരിച്ച് കയ്യിലെടുത്തിട്ട് നമ്മൾ പറയുന്ന സ്ഥലത്തേക്ക് അയാളെ കൊണ്ടുപോകണം. ഒരു ഷാഡോ, അതായത് ഒരു മറവിലുള്ള ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് ബ്ലഡ് കുടിക്കുക. അപ്പോൾ അതിനുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. മെമ്മറൈസ് ചെയ്യാം. ഇപ്പോൾ ഈ വാമ്പയറൊക്കെ ചെയ്യുന്നത് അത് തന്നെയാണല്ലോ, മയക്കിയിട്ട് ഒരു ഭാഗത്ത് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ബ്ലഡ് കുടിക്കുക. അതേപോലെ ഉള്ള സംഭവം. LB ഇപ്പൊ കുടിക്കല്ലേ? എന്താടാ ഇതെന്ത് സംഭവം? Bring this fading light into the shadows. Dance with him the dance of life and death. എവിടെയാണ് ഷാഡോ? ഒരു ഷാഡോ ഒന്നും കാണുന്നില്ലല്ലോ. വാ മോനെ വാ. കണ്ടോ, ഇവനെങ്ങനെ കൊണ്ടുപോവാ? എവിടെയാണ് ഷാഡോ? എനിക്കാണെങ്കിൽ ഇവിടെ ഷാഡോ ഒന്നും കാണുന്നില്ലല്ലോ. ആകെ ഒരു ലൈറ്റും ഒരു റെഡും. ഈ എംബ്രേസ് എന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യുക, ബ്ലഡ് കുടിക്കുന്നത്. ബി നെക്കിക്കഴിഞ്ഞാൽ റിലീസ് ചെയ്യും. ഫുള്ള് കുടിക്കണം എന്നുണ്ടെങ്കിൽ നെക്കി പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഫുള്ള് കുടിക്കുക, അയാൾ ചത്തുപോകും. കുറച്ച് കുടിച്ചിട്ട് ബാക്കി വെക്കുക. അങ്ങനെ ആവുമ്പോൾ എന്ത് ചെയ്യാം, അയാൾ ജീവിക്കും. പക്ഷെ അവിടെ വല്ല കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ബ്ലഡ് കുടിച്ച് കഴിഞ്ഞാൽ ആൾ ചത്തുപോകില്ലേ? ക്വാളിറ്റി നോക്കി രക്തം കുടിക്കുന്ന കൊതുക്, അതാണ് ഞാൻ. കുടിക്കടാ. അയ്യോ, സോര കുടിച്ചേ. ആഹാ, പാവം. In the back, you bastard! Didn't have the guts to fight me. Fuck you. I'll kill you. അയാൾ സത്തുപോയി. ഇപ്പം എന്തുണ്ടായെന്നറിയോ? ഇയാളുടെ ബ്ലഡ് കുടിക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഒരു പാവത്തിനെ കത്തിയോണ്ട് കുത്തിയിട്ട് അപ്പുറത്ത് കിട്ടും. അപ്പോൾ ഇയാൾക്ക് 2 കുത്തി കിട്ടി. അപ്പോൾ ഒരു വൃത്തികെട്ട മനുഷ്യനായതുകൊണ്ടാണ് അങ്ങനെയുള്ള ആളുകളുടെ ബ്ലഡാണ് കുടിക്കുന്നതെന്ന് തോന്നുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് പേഴ്സണലി. പിന്നെയും ഇനിയും ബ്ലഡ് കുടിക്കണോ? ഇടക്കിടക്ക് ഇങ്ങനെ റെഡ് വരുന്നുണ്ടല്ലോ ബ്ലഡ് കുടിക്കാനുള്ള ടെൻഡൻസി. ഇപ്പം നമ്മൾ ഓടുകയാണ് ഗൈസ്. ഒരു ചിറകും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ പറക്കായിരുന്നു. ഇല്ലേടാ, ആരുമില്ല. എടാ നോവേ, ഈ എന്തൊന്നും മിണ്ടാത്ത കമൻറ്റ് ചെയ്ത്. ഞാൻ വാമ്പയറാടാ, വരട്ടിപ്പറ വാമ്പയർ. ഇതാരാ? ഹായ് കുട്ടി. കുട്ടിക്ക് പേടിയില്ലെങ്കിൽ രാത്രി ഇറങ്ങി നടക്കാൻ? വാമ്പയറൊക്കെ ഉണ്ട്. ഓടി രക്ഷപ്പെട്ടോ ചേച്ചി. Doctor, where have you been? I've little time to play hide and seek with new staff members, no matter how illustrious they may be. അതെ, I apologize, nurse. Sorry. I needed some time to myself. അതെ, വാമ്പയർ ആയതുകൊണ്ട് കുറേ This has been ബിസി the പരിപാടികളുണ്ട്. longest and
strangest night of my life. You delivered poor Mr. Hampton from a terrible fate. The means to that end should be of little concern, Doctor. Thank you, nurse. What can I do for you? അതെ. Dr. Swansea insisted we provide you a quiet office. You'll find it on the second floor with your name on the door. Thank you. Nurse Crane, isn't it? Yes, Dorothy Crane. Welcome to Pembroke Hospital, Dr. Reed. ദൊറോത്തി Your office has അമ്മച്ചി, been prepared. നമ്മളെ ഹരിയർ നഗറിലുള്ള മറ്റേ അമ്മച്ചി. ഞാൻ ഗുഡ് ബൈ പറയാം. Thank you, Nurse Crane. നമുക്ക് പിന്നെ സംസാരിക്കാം. മാപ്പൊന്നും പറയണ്ട, പൊക്കോ. ഇനി വിളിക്കാം. ശേ, ഇതിൽ മാപ്പും ഇല്ല. എനിക്കൊരു മാപ്പ് ഇട്ട് തന്നൂടെ? ഇതേതായി പോസ്റ്റായിട്ട് നിൽക്കുന്നവൻ. സിഗരറ്റ് വലിച്ചോണ്ടിരിക്കുകയാണല്ലേ? സിഗരറ്റ് വലിക്കുന്നവർക്ക് കേടല്ലേ? ഇത് ജ്യൂസ് എടുക്കട്ടെ, ചോര ജ്യൂസ് പിടിക്കാൻ വേണ്ട. ഒരു രക്ഷസായി മാറിയിരിക്കുന്നു നോവ. അതെ, ഇടക്ക് വരിക പോവുക, അത് തന്നെ. Dr. Swansea is right. This place seems perfect to conduct my research. അതെ, ഇരിക്കുന്ന ആൾക്കാരോടൊക്കെ സംസാരിക്കണം എന്ന് തോന്നുന്നുണ്ട്. കണ്ടോ, ഇയാൾക്ക് ഭ്രാന്താണ് കുട്ടി. സെക്കൻഡ് ഫ്ലോർ പോയിട്ട് എന്തോ ചെയ്യാനാണ് നമ്മളോട് ഇപ്പോൾ പറഞ്ഞത്. സെക്കൻഡ് ഫ്ലോർ എന്ന് പറയുമ്പോൾ ഇത് ഫസ്റ്റ് ഫ്ലോർ അല്ലേ? സെക്കൻഡ് ഫ്ലോറിൽ എൻ്റെ പേര് വെച്ചിട്ടുള്ള നെയിം ബോർഡൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ട് എന്ന് പറയും. ഇതേതാ? ഇന്ത്യൻ ഡോക്ടറോ? സെക്കൻഡ് ഫ്ലോർ എഴുതിയിട്ടുണ്ട്. ഇവിടെ എൻ്റെ പേരില്ല. വേർ ഇസ് മൈ നെയിം? പറ്റിച്ചുല്ലേ? സെക്കൻഡ് ഫ്ലോറിൽ എന്ന് പറഞ്ഞ് പറ്റിച്ചതാ. ഓ, ഇതിലുണ്ടല്ലേ വഴി. ഇവിടെ ആയിരിക്കും കേട്ടോ. ഓടിക്കോ. ഇതേ കണ്ടോ, ഇവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ സെക്കൻഡ് ഫ്ലോർ എന്നാണല്ലോ. അപ്പോൾ പേര് എഴുതിയിട്ടുണ്ട് പറഞ്ഞത്. ഫുള്ള് പറ്റിക്കലാണല്ലോ, ഉടായ്പാണ്. ഫസ്റ്റ് ഫ്ലോർ നന്നായി. സെക്കൻഡ് ഫ്ലോർ പോകുമ്പോൾ അവിടെ ഒന്നുമില്ല. ഇത് ഫസ്റ്റ് ഫ്ലോർ എന്നാണോ പറഞ്ഞത്? ഇവിടെ തുറക്കുന്ന ഫൈൻഡ് യുവർ ഓഫീസ് ഓൺ ദ സെക്കൻഡ് ഫ്ലോർ. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ അവിടെ കാണില്ലല്ലോ. ഒരു കത്തി ആവശ്യം വരും. വടിവാളൊക്കെ കിട്ടിയിട്ട് മക്കളെ. ഇനി ഫുള്ള് വെട്ടം കുത്താണ്. ഇതാ ഡോക്ടർ റെയ്ഡ്. എടാ, ഇത് ഫസ്റ്റ് ഫ്ലോർ അല്ലേ? ഒരു മിനിറ്റ്. അവിടെ എഴുതിയിരിക്കണത് എന്താ നോക്ക്. നോവ അല്ല, സൺസാണ്. ഒറ്റയ്ക്ക് തയ്ക്കും. ഞാൻ പറയുന്നത് ഒന്ന് നോക്ക് കേട്ടോ. സെക്കൻഡ് ഫ്ലോറിൽ ഇവിടെ എഴുതിക്കണം നോക്ക്. ഫൈൻഡ് യുവർ ഓഫീസ് ഓൺ ദ സെക്കൻഡ് ഫ്ലോർ. ഓക്കെ, ഇനി ഞാൻ വേറെ സംഭവം കാണിച്ചു തരാം. സെക്കൻഡ് ഫ്ലോറിൽ തന്നെയാണേ പറഞ്ഞ്. ഇതാ ഇവിടെ ഈ സ്റ്റെപ്പ് കയറുമ്പോൾ ഞാൻ വന്നാൽ വാതിലടക്കുക, ഞാൻ പോകുമ്പോൾ വാതിൽ തുറക്കുക അല്ലേ? ഇത് കണ്ടോ, ഇവിടെ എഴുതിക്കണം എന്താ? ഫസ്റ്റ് ഫ്ലോർ. കണ്ടോ? അപ്പോൾ ഈ ഫസ്റ്റ് ഫ്ലോറിലാണ് എന്തുള്ളത്? എൻ്റെ ഓഫീസ്. എന്നിട്ട് അവിടെ എഴുതിയിരിക്കണത് സെക്കൻഡ് ഫ്ലോറിൽ. ഇതൊക്കെ ആളെ പറ്റിക്കലല്ലേ? അതെ, വടിവാളെടുത്ത് പാവാണ്. എന്നാൽ ഇത്ര ദൂരം എൻ്റെ ഓഫീസ് വെക്കണ്ടായിരുന്നു. ഇതാരതാ ഓഫീസ്? ഇവിടെ എന്താ എഴുതിനെ? കണ്ണും കാണുന്നില്ലല്ലോ. ഓ, ടിപ്പറ്റ്സ് ഡോക്ടർ സ്ട്രിക്ലാൻഡ് ഡോക്ടർ. എന്തൊരു കാലടി ശബ്ദം? പ്രേതാണോ? ഓക്കെ, ഇതാണ് അപ്പം എൻ്റെ ഓഫീസ് കേട്ടോ. This must be the place. It's definitely away from prying eyes. Relegated to the shadows. A kingdom of my own. At least I won't be sleeping in a coffin. എന്താ ഇവിടെ? നമുക്കിതെന്താന്ന് നോക്കാം. ഇവിടെ എന്താ ഉള്ളത് നോക്കട്ടെ. ഇതൊക്കെ എന്ത് സാധനം? ട്രീറ്റ്മെൻറ്റ് ഫോർ ഫാറ്റിക്. ഓ, നമ്മൾ ഫാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റിക്, അതായത് ഇതൊരു ഫ്രഞ്ച് വേർഡാണ്. ഇംഗ്ലീഷിലുണ്ട്. ഒരു തളർച്ചയൊക്കെ വരില്ല, ക്ഷീണം, അത് മാറ്റാനുള്ള സംഭവമാണെന്ന് തോന്നുന്നു. അത് നമുക്കിപ്പോൾ കിട്ടില്ല, അത് കുറച്ച് കഴിഞ്ഞാലേ കിട്ടുള്ളൂ. ഇവിടെ എന്താ? ദേ ഇവിടെ വടിവാളും കുപ്പിയൊക്കെ ഉണ്ടല്ലോ. സ്മാൾ ബോട്ടിൽ, ഗ്യാസോ ഗ്ലാസ്. ഞാൻ വെച്ച് ബോംബൊക്കെ ഉണ്ടാക്കേണ്ടത് സെറ്റാണ്. അപ്പോൾ തൽക്കാലത്ത് ഓ മാസ് ഇത് കണ്ടോ? മുള്ളിൻ്റെ വടിയുണ്ട്, കോടാലി എടുത്താലോ. 72 ഡാമേജടോ.
അപ്പോൾ ഇതിനോ അതിന് 58 ഉള്ളൂ. അല്ല മുള്ളിനോ 65. ഓ എനിക്ക് കോലാടി വേണോടാ. ഇതിന് 65. എനിക്ക് കോലാടി വേണം. ഇതെങ്ങനെ എടുക്കുക? കോലാടി എങ്ങനെ എടുക്കുക? എടോ അനലീസോ ക്രാഫ്റ്റിൽ പോയിട്ട് യു ഫസ്റ്റ് നീഡ് ടു അനലൈസ് ദ കോമ്പണൻസ് ആൻഡ് അൺലോക്ക് ന്യൂ റെസിപ്പീസ്. ക്ലിക്ക് ഓൺ ദ ടു അനലൈസ് കോമ്പണൻസ്. അതെവിടെയാ? ടു അനലൈസോ റീസൈക്കിളാ? അവറേജ് ഇതല്ലേ അത്? ആ ടു അനലൈസ് ഇതാണ് സാധനം. നമുക്ക് എന്തൊരു സൂചിയൊക്കെ കിട്ടി. വാട്ട് ഈസ് ദിസ്? യു മീൻ സൂചീസ്? William Bishop's blood is much more unstable than human blood and shows extensive. The sun is about to rise. I can feel it. I'll continue tomorrow night. I have so much time now. അതെ, സൂര്യനിപ്പോൾ വരും. അപ്പം എന്ത് ചെയ്യണം? കിടന്നുറങ്ങണം എന്നാണ് ഈ കുട്ടി ഉദ്ദേശിച്ചത്. എന്തത്? The flower's dying. It needs water. വെള്ളം ഞാൻ എവിടെ പോയി കൊണ്ടുവരും? താഴെ പോയി മുക്കി കൊണ്ടുവരേണ്ടി വരുമോ? വാമ്പയറിന് ഓഫീസുണ്ടോ? യെസ്, നമ്മൾ എന്താ പറയുക, സ്പെഷ്യലൈസ്ഡ് വാമ്പയറാണ്. ഡിറ്റക്റ്റീവ് വാമ്പയർ. അതാ ഞാൻ പറഞ്ഞ പാവാണ്. ചില വാമ്പയർ ഉറങ്ങുമ്പോൾ മാത്രമേ പാവാവുള്ളൂ. ഞാൻ എപ്പോഴും പാവാണ്. ഈ ചില്ലം തന്നെ കാണാത്ത വാമ്പയറിൻ്റെ ചില്ലിൽ കാണൂല. ഇതെന്താ ഇവിടെ? അതെ, നമുക്ക് വീടൊക്കെ ഒന്ന് കാണണ്ടേ? ഇതെന്താ ഇവിടെ? ഇവിടെ എന്തൊക്കെ ഉണ്ടോ? അയ്യോ, ബ്ലഡ് അല്ലേ ഇത്? നീ ബ്ലഡൊക്കെ ഉണ്ട്. എന്നാ കിടന്നുറങ്ങിയാലോ? സൂട്ട് സൂട്ട്. ആ ഇവിടെയാണ് നമ്മളെ പവർ കിടക്കുന്നത്. ഇതെന്താണിത്? കോഗുലേഷൻ 2 second control. You will block your targets. Block in their veins, making them defenseless. ഓഹോ, കൊള്ളാല്ലേ? നല്ല പവർ. ഓ, ഇതിനകത്ത് അഞ്ഞ് കുറേ സാധനങ്ങളുണ്ട്. എല്ലാം എടുത്തു വെക്കാൻ രസമല്ലേ? 600 സബാഷ്. അതെടുത്തു. ഇതെന്തത്? ബ്ലഡ് ബാരിയർ. വേണ്ട. ഇതെന്താ? ടാക്ടിക്കൽ അൾട്ടിമാറ്റോ. നോക്കട്ടെ. യു പെർഫോം എ സൂപ്പർ നാച്ചുറൽ മൂവ് ടു യുവർ ടാർഗറ്റ്സ് ആൻഡ് കോസ് ഡാമേജ് അപ്പോൺ ലാൻഡിങ്. യോ, ഇത് പൊളി കേട്ടോ. മാസ്. ഇതൊക്കെ എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല. വെറുതെ എടുത്തു വെക്കാം. ഇതൊക്കെ രസമല്ലേ? വൈബല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ കിടന്നുറങ്ങുകയാണ് ഗൈസ്. വാവ്, ഇതെന്താണിത്? മേജർ ഡിസ്ട്രിക്ട് ഇവൻറ്റ്സ്. എവറി നൈറ്റ് ദ കോൺസിക്വൻസസ് ഓഫ് യുവർ ആക്ഷൻ മേ ഇംപ്രൂവ് ഓർ ഡിഗ്രേഡ് ദ ഡിസ്ട്രിക്ട് ഹെൽത്ത് സ്റ്റാറ്റസ്. ഓ, അങ്ങനെയൊക്കെ ഉണ്ടോ? നമ്മൾ പുറത്ത് പോയിട്ട് കാണിച്ചു കൂട്ടുന്ന ഓരോ സംഭവങ്ങൾ അത് ബാധിക്കപ്പെടും കേട്ടോ. ഹെൽത്ത് സ്റ്റാറ്റസ്, അതായത് പബ്ലിക് പുറത്ത്. അപ്പോൾ ഇറ്റ് ക്യാൻ ഓൾസോ ബി ഡിഗ്രേഡഡ് ഡ്യൂ ടു ഡിസീസസ് സ്പ്രെഡിങ് അമോങ് സിറ്റീസ്. പുറത്തുള്ള അസുഖങ്ങൾ, സ്പ്രെഡായിട്ടുള്ള അസുഖങ്ങളും കാരണവും എന്താ പറയുക, ആ സ്റ്റാറ്റസ്, ഹെൽത്ത് സ്റ്റാറ്റസ് എന്ത് ചെയ്യും? ഡിക്രീസ് ആവും എന്നാണ് പറയുന്നത്. അപ്പോൾ സൂക്ഷിക്കണം. മേജർ ഡിസ്ട്രിക്ട് ഇവൻറ്റ്സ് എന്തത്? ദ മോർ ലൈഫ്സ് യു ടേക്ക് ദ അൺഹെൽത്തിയർ ഡിസ്ട്രിക്ട് ബിക്കം. ഓക്കെ, നമ്മൾ കൂടുതൽ ആൾക്കാരെ കൊന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, ഹെൽത്ത് സ്റ്റാറ്റസ് വളരെ കുറയും ആ ഒരു സിറ്റീൻ്റെ, ഡിസ്ട്രിക്റ്റിൻ്റെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചും കണ്ടൊക്കെ ചെയ്യണം. ലൈവ് കുറച്ച് നേരം കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഓഫ് ആകും. ഒരു 10:30 വരെയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഇഫ് എ ഡിസ്ട്രിക്ട് ഹെൽത്ത് സ്റ്റാറ്റസ് ഡ്രോപ്സ് ബിലോ ദ ക്രിട്ടിക്കൽ ത്രഷോൾഡ് ഇറ്റ് വിൽ പ്ലഞ്ച് ഇൻ ടു ക്യാവസ്. അപ്പോൾ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെൽത്ത് സ്റ്റാറ്റസ് വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപത്തുകൾ, അതേപോലത്തെ സംഭവങ്ങളൊക്കെ. ഒരു വിലയില്ലാത്ത സിറ്റി ആവും അത് തന്നെ. ഇറ്റ് ഈസ് ഫോർ യു ടു ഡിസൈഡ് ഓഫ് എ ഡിസ്ട്രിക്ട്സ് ഫേറ്റ്. ഓ, നമ്മളാണ് ആ ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു എന്താ പറയുക, വില നിലവാരം
കൊണ്ടുപോകുന്ന മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ സിറ്റീൻ്റെ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾ നമ്മളാണ്. അതാണ് ഉദ്ദേശിച്ചത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കനുസരിച്ചിരിക്കും ആ സിറ്റീൻ്റെ ഭാവിയും അതിൻ്റെ ആ ഒരു നിലവാരമൊക്കെ. ഓക്കെ, സീനില്ല. ഞാൻ ആരെയും കൊല്ലില്ല. ഇവൻ ചത്താ? ഇവനെങ്ങനെ ചത്ത്? ഓ, നമ്മൾ കൊന്നത് ഇയാളെയാണല്ലേ. നന്നായി, അയാൾ ചത്തുപോയി. ഇനി ഇതാരാ? ഓ ഡോക്ടർ എഡ്ഗാർ സ്വാൻസി. ഇയാളുടെ ബ്ലഡ് എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. 6000 XP. പക്ഷേ ഇയാൾക്ക് മറ്റേ സാധനം ഉണ്ട്, കുരിശുണ്ട്. അപ്പോൾ അടുത്തേക്ക് അടുക്കാൻ പറ്റില്ല. സീൻ്റെ ആർക്കാണ്? നമുക്കിനി ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട ഈ ആളുകളെല്ലാം നമുക്ക് ഫൈൻഡ് ചെയ്യണം. അതാണ് സംഭവം. കണ്ടുപിടിക്കാം. ഇതിപ്പോൾ സ്റ്റേബിൾ, ഹെൽത്ത് ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്. ഓക്കെ, 92% ആണ് ഈ സിറ്റീൻ്റെ ഒരു ഹെൽത്ത് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കിടന്നുറങ്ങിക്കോ. രാവിലെ എണീറ്റ് ഒരുപാട് ജോലികളാണ്. I'd better learn to hide my true nature from the mortals. ഒരു വാതിലുണ്ട്, പക്ഷെ തുറക്കൂല. What about my thirst for blood? Dr. Swansea asked me to collect you, Dr. Reed. Hurry up. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എനിക്ക് ചായ കുടിക്കണ്ടേ? നല്ല ചൂട് ചോര കുടിക്കാനുള്ളതാണ്. തന്നെ രാവിലെ എന്നും ബ്ലഡ് കോഫി കുടിക്കാനുള്ളതാണ്. കുട്ടി ഞാൻ അവിടെ ഞാൻ അവിടെ എത്തിയല്ലോ. അപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ വരില്ല. ഓ, സംസാരിച്ചാലേ വരുള്ളൂ. How can I help you? I'm so sorry. I know Dr. Swansea wanted you to rest, but we have somewhat of a crisis. A crisis, you say? Our supply of antiseptics is nearly depleted. I was hoping there was another box up here, but... Oh, ഇങ്ങനെ സംസാരിക്കണം ഒരുപാട്. Sorry, there's nothing here. Some of the patients won't last the night without them. Honestly, sir, I'm beside myself. Okay, നീ പോവാണോ? I may have a solution. നമുക്ക് In അടുത്ത ലൈവിൽ France കാണാം. during the war, drugs shortage was a daily problem, and we had to use our wits to overcome the shortages. However do you mean? If combined correctly, certain household chemical products can be used in a pinch instead. Now, where's the hospital storeroom? The storeroom? Fat chance. This is the Pembroke, and space is luxury we don't have. Okay da, നാളെ set Everything used to be stored in the old morgue. Perhaps I should look there first. Where is this morgue? It's the large building behind the hospital. You'll need to go in the back door because it's been sealed off for sanitary reasons. Take this key. It opens a small back entrance at the end of a narrow street. The abandoned morgue behind the hospital. A small door at the end of a narrow street. On my way then. Thank you, nurse. Yeah. അപ്പോൾ നമ്മളോട് ബാക്ക് സൈഡിലുള്ള എവിടെയൊക്കെ പോകാൻ എന്തോ ബോക്സ് എന്തോ കൊണ്ടുവരാൻ, എന്തോ മെഡിസിൻ ആണെന്ന് തോന്നുന്നു, ആൻറ്റിബയോട്ടിക്കോ എന്തോ ആണ്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബാക്കിലേക്ക് പോകണം. അതിനുള്ള കീ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ സ്ലോ മോഷനിൽ നടക്കല്ല, അങ്ങോട്ട് ഓടിയേ. വാമ്പയറാണ് പോലും, വാമ്പയർ. അല്ല, ബാക്കിലേക്കുള്ള റോഡ് ഡോർ എന്ന് പറയുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കുമല്ലോ. കുട്ടി അല്ല, വേണ്ട, കുട്ടി പൊക്കോ. എന്താ അങ്ങനെ മിന്നണേ? ഇത് ലോക്കാണ്, ലോക്കാക്കി വെച്ചേക്കണം. ഒന്നും ആർക്കും കൊടുക്കണ്ട കേട്ടോ. അപ്പം നമ്മൾ ആരോട് സംസാരിക്കണ പ്രേതോ? I managed to arrange to have you buried in the same mass grave as your wife. I hope that might help. ചേട്ടാ, ഞാനിപ്പോൾ വരാം. ആദ്യം ഇതിൻ്റെ ബാക്ക് സൈഡിൽ പോയിട്ട് എന്തോ ഒരു സംഭവം. ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതല്ലേ ബാക്ക് സൈഡ്? ഇനി വേറെ ഉണ്ടോ? ഓ ആ, ഇതായിരിക്കും ബാക്ക് സൈഡ്. ഇതാണ് ബാക്ക് സൈഡ്. ഏതാണ് ബാക്ക് സൈഡ്, ഏതാണ് ഫ്രണ്ട് സൈഡ് എന്നൊന്നും അറിയാത്ത അവസ്ഥയാണല്ലോ. It's locked. നൈ. Scowl voices in the garden. അയ്യോ, I should investigate.
If they were to find somebody. എന്തൊരു സൗണ്ടൊക്കെ വരുന്നുണ്ടല്ലോ. ആ ഇത് തന്നെ ബാക്ക് സൈഡ് കേട്ടോ. ഈ ഭാഗത്തേക്കാണ് പോകേണ്ടതെന്ന് തോന്നുന്നു. നമ്മളെന്തിനായിട്ട് പേടിക്കണില്ലേ? നമ്മൾ വാമ്പയറല്ലേ? ആ ഇതാണ് ബാക്ക് സൈഡ്. ഇവിടെ പോയിട്ടാണ് നമുക്ക് എന്തോ ഒരു സാധനം എടുക്കാനുള്ളത്. ഇവിടെ ഡോറൊക്കെ തുറന്നു വെച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ഞാൻ ആരാളുള്ളത്? ആരുമില്ലല്ലോ. നോക്കുന്നത് നല്ലതാ. ചിലപ്പോൾ പെട്ടെന്നൊരു അറ്റാക്ക് പ്രതീക്ഷിക്കാം. എന്താണത്? ആ അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ എത്തിയിട്ടുണ്ട്. അതാ ഈ ബോക്സാണ് എടുത്ത് കൊണ്ടുകൊണ്ട്. ഇത് ബോക്സ് അല്ലേ, ബുക്കാണല്ലോ. എന്നെ വീണ്ടാമെന്ന് പറ്റിച്ചു അല്ലേ? ഈ ബോക്സ് ആയിരിക്കും അല്ലേ? വേണ്ട, വടിവാളെടുത്തു. ഇത് ഹോസ്പിറ്റലിൻ്റെ ബാക്കിയാണ് തോന്നുന്നു. എന്തൊക്കെയോ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. പെട്ടെന്നായിരിക്കും മരഭൂതം മുന്നിലേക്ക് ചാടാം. അപ്പം നമ്മൾ പേടിക്കും. ശേ, നമ്മുടെ കയ്യിലാണെങ്കിൽ ഒരു സാധനം ഇല്ലല്ലോ. എന്തോ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? എന്ത് സംഭവം? നമ്മൾ അതിൽ കയറി ഇവിടെ ഒന്ന് നിൽക്കിയപ്പോൾ പിന്നെയും ലോഡിങ്. ഈ വീട്ടിലേക്കല്ലേ പോകേണ്ടത്? വഴി മാറിപ്പോയോ? ഓ ഓ ഇതാണ് ആ ഡോറ്. ഇപ്പം ആ ഡോറ് ഓപ്പണായി. നേരത്തെ ഇത് ലോക്കായിരുന്നില്ലേ? ഇതിലേത് ഡോറിലൂടെയാണ് പോകേണ്ടതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഏത് ഡോറാണ്? ഈ ഡോറാണോ? ഇതിനുള്ളതാണ് സൗണ്ട് വരുന്നത്. വാലോർക്കോ. ഓ ഇവിടെ ഇപ്പോൾ ലൈറ്റൊക്കെ ഇട്ടോ. ഷേ, ഇതാ ഹോസ്പിറ്റലല്ലേ? എന്തുണ്ട്? നമുക്കിതിലെയാണ് പോകേണ്ടത്. അതിനകത്ത് കയറുമ്പോഴാണ് ലോഡിങ് വരുന്നത്. നമ്മുടെ അടുത്ത കളി. അതിനകത്ത് എന്തൊക്കെ ഉണ്ട് കേട്ടോ. എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഭീകരമായിട്ടുള്ള എന്തോ ഒരു വാമ്പയർ ഉണ്ട് തോന്നുന്നുണ്ട്. സീനാണ്. ലൈവിൽ 5 പേരുണ്ടല്ലോ. ഒരു കമൻ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എനിക്കൊരു എൻ്റർടൈൻമെൻ്റ് ആവും കേട്ടോ. ഞാൻ ഒറ്റക്കല്ല കളിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അതിലൊക്കെ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കമൻ്റൊക്കെ ഇടുക. ഒരു സന്തോഷമാണ്. ഇതൊക്കെ ഒരു രസമല്ലേ ബാബു കേട്ടാ. അപ്പോൾ നമുക്കിനി ഇങ്ങോട്ട് പോവാം. മുകളിലേക്ക് പോകണോ? ആദ്യം താഴെ കൂടെ സെർച്ച് ചെയ്തിട്ട് മുകളിലേക്ക് പോവാം. അയ്യോ, ഞാൻ വാമ്പയറാടാ. ഓ കറക്റ്റ് സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റ് സറൗണ്ട് സൗണ്ടാണ് 4 സൈഡിൽ. ഇതിനകത്ത് മനുഷ്യന്മാരാരും ഇല്ലേ? വേറെ തുറക്കൂ. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഞാനിപ്പോൾ എന്തോ ഒരു സാധനം എടുക്കാനാണല്ലോ. അയ്യോ, ഇവിടെ എന്തോ ഒരു സാധനം ഉണ്ട് കേട്ടോ. പുറത്താണോ? എടുത്തു കൊണ്ടുപോകാനുള്ള സാധനം അതിനകത്തൊന്നൊന്നുമില്ല കേട്ടോ. അതിനകത്തൊന്നൊന്നുമില്ല. അയ്യോ, I cannot enter. നന്നായി. നമുക്ക് മുകളിലേക്ക് പോവാം. ഇല്ല, ഞാൻ ഇവിടെ ഉണ്ട്. അവൻ പോയി. അവൻ നൈസായിട്ടൊന്ന് പോയി. ഞാനിവിടെ ഉണ്ട്. ഞാനിതിങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അതേ ഇരിക്കണു. ചോര കുടിക്കാണ് കുട്ടാ. റെസിസ്റ്റൻ്റ് റോഗ് ഒരെണ്ണേ ഉള്ളോ? അത് 3-4 എന്നൊക്കെ അവിടെ ചെന്നാൽ അറിയാൻ പറ്റും. ഇങ്ങനെ ബ്ലഡ് കഴിക്കലടാ. Behavior is similar to the infected William Bishop. Must be the same strain. This sickness moves faster than influenza. എന്തോ ഒരു സാധനം നമ്മൾ ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ടോ? എല്ലാം എടുത്തു കേട്ടോ. കുറേ സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. This key will surely grant me access to the basement.
ബേസ്മെൻറ്റിലേക്ക് പോകണം. ഇനി ബേസ്മെൻറ്റിലേക്കുള്ള കീ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വാളെടുക്കണം എന്ന് പറയുന്നുണ്ട്. അയ്യോ എടാ വെള്ളാട്ടിപ്പോക്കരെ, നിന്നെയല്ല നിന്റെ അപ്പുറത്തുള്ളതിനെ വരെ ഞാൻ എന്നെ അടിക്കല്ലടാ. എന്നെ അടിച്ച് നിനക്ക് ഇത്രക്ക് ശക്തിയൊക്കെയുള്ളൂ. ഞാൻ ആരാ ഓടാ? ഞാനൊരു പാവായതിൻ്റെ ഭാഗ്യാണ്. ആ ഇനി ആരും വരുന്നുണ്ടോ? ഇനി ആരുമില്ല. ഈ ഡോറ് ലോക്കാം. അപ്പോൾ ഒരു ചാവി കിട്ടിയതോ? അതോ ഇവിടെ എടുക്കാനുള്ള ഒരുവിധം സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് പൊക്കിയിട്ടുണ്ട്. ഇവിടെ ഒരാൾ ചത്തെടുക്കുന്നുണ്ട്. ഷോർട്ട് ഗൺ ഷെല്ലൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഗണ്ണ് ഇതുവരെ കിട്ടിയില്ല കേട്ടോ. ഇതിൽ എന്താണ്? ആ നമുക്ക് LTRT എന്ന് പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളൊക്കെ. അത് നൈസായി. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ഇവിടെ എന്താ? Balls of Mars, fortifiers. As popular as they are ineffective. But they do contain iron tartrate, and that might prove itself useful. മേലൊക്കെ ഒന്നുകൂടി പോയി നോക്കാം, മേലെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒന്നും കാണുന്നില്ല, പക്ഷെ റൂമുണ്ട്. ഇതൊക്കെ ലോക്ക്ഡാണ്, ഇതിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ എന്തിനാ ഈ സ്ഥലം ഉണ്ടാക്കി വെച്ചായിരുന്നു? താഴ്ത്താരെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം കത്തിയെടുത്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആളെവിടെയാണുള്ളത്. താഴത്താണ് സൗണ്ട് കേൾക്കുന്നത്. ദേ ഇരിക്കുന്നു. മാഞ്ഞു പോയാ? ഇവ എന്നെപ്പോലെ മായുന്ന ടൈപ്പാണല്ലോ. ഓ ഡാർക്ക്. ഓ മോനെ, അടിയിൽ എത്ര ഉണ്ടെന്നൊന്നും അറിയില്ല. ഞാൻ നടന്നു വരുന്ന നീ അറിയുന്നില്ല കുട്ടി. ഓ ഇത് ഭയങ്കര പവർഫുൾ ആട്ടോ. ഒന്നിനെ നമ്മൾ കൊന്നു. ഇനി ഒരെണ്ണം കൂടെ ഞാൻ ഇവിടെ കണ്ടതാണ്, അതിനും കൂടെ ഒന്ന് കൊല്ലണം എന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക എന്നല്ലാതെ ഇവിടെ എവിടെ ഉണ്ട്. സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക്. ആ അതെ, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. തോക്കുണ്ട്. അതൊക്കെ എങ്ങനെ എടുക്കുക എന്നുള്ളതൊക്കെ നമ്മൾ അടുത്ത ലൈവിൽ നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും കേട്ടോ. കുറച്ച് പവർഫുള്ളാണ്. ഓ നമുക്ക് അടിക്കാൻ കഴിയുന്നില്ല. നീ അത് എടുക്കണം. മാഞ്ഞു പോണ്. ഓ നല്ല അടിപൊളി ചത്താ. ഒരെണ്ണം കൂടെ ഉണ്ട്. ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇവിടെ ഉണ്ട്. ഈ ഡോറ് വഴി പുറത്തിറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും എടുക്കാനുള്ളതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. അവിടെ എവിടെയോ എന്തോ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. ഓ ഈ സൗണ്ട് കേൾക്കുമ്പോഴാണ് നമ്മൾ ആകെ ഇല്ലാതെ ആവണം കേട്ടോ. ഓക്കെ, നമുക്ക് ഈ ഡോറിലൂടെ പോയി നോക്കാം. ഫൈൻഡ് യൂസ്ഫുൾ മെഡിക്കൽ ഇൻഗ്രീഡിയൻസ് ഇൻ ദ ഓൾഡ് മോക്ക്. ഫൈൻഡ് ഔട്ട് സോഡിയം ഹൈഡ്രോഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് എടുക്കണം. ഇവിടെ കുറേ ഡോറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരാൾ വടിയായിട്ട് കിടക്കുന്നുണ്ട്. ഇതെന്താ ലാബ്? ലോക്ക്ഡ് ആണ്. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ ബ്ലഡ് അബ്സോർബ് യൂസ് അക്വയർഡ് എ ന്യൂ ടൈപ്പ് ഓഫ് ഹാൻഡ് വെപ്പൺ. ഓക്കെ, എക്യൂപ്പ് ഇറ്റ് ആൻഡ് പ്രസ് Y ടു ഡയറക്ട്ലി ടു അബ്സോർബ് ബ്ലഡ്. ഓക്കെ ഓക്കെ, നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താണിത്? ഇത് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ള ഡോറാണ് തോന്നുന്നുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് എടുക്കാൻ. അയ്യോ ഇവിടേക്ക് ആരൊക്കെയോ. ഓ ഓ സീൻ ഡാർക്കാണ്. നമ്മൾ കൊന്നു. ഇനി നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡോർ തുറന്നിട്ട് ആ ഡോർ തുറന്നിട്ടാവുന്നത് അല്ലേ?
ഓക്കെ, ഇത് ഇവിടേക്കുള്ള രണ്ടാമത്തെ വഴിയാണ്. ഓക്കെ, അത് തുറക്കാം. ഇനി നമുക്കിത് ഇതിലിവിടെ ഒരു വഴി കാണുന്നുണ്ട്. ഇത് ലോക്കാണോ അല്ലേ നോക്കാം. ലോക്കല്ല, അത് ഓപ്പൺ ആണ്. ഓക്കെ, ഇത് ലൈറ്റ് കത്തി പൂജം. ഫാർ മോർ ഡേഞ്ചേഴ്സ് ആണ് കേട്ടോ. ഇതിനെ കൊല്ലാൻ കുറച്ച് പാടാണ്. കൊല്ലാനും കഴിയുന്നുണ്ടല്ലോ. These scowls can be so ferocious. I'm not sure I can defeat them without becoming stronger. To drink blood is so tempting. ബ്ലഡ് എന്തായാലും കുടിക്കേണ്ടി വരുന്നാ പറഞ്ഞത്. നമ്മൾ സ്ട്രെങ്ത് തീരെ ഇല്ല നമുക്ക് ട്ടാ. ഇത് നമുക്ക് സെറ്റാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, നമുക്കിത് വെച്ചിട്ട് അനലൈസ് ചെയ്യാം. നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും എടുക്കാനുണ്ടോ എന്ന് നോക്കട്ടെ. സോറി, ചെറിയ കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, നമ്മൾ ഇതിലേ വന്ന് ഒരുപാട് ദൂരം അങ്ങോട്ടും കൊണ്ടും പോയില്ലേ. ഇതൊക്കെ ആ സ്ഥലമാണല്ലോ അല്ലേ, അവിടെ ഇനി ഒന്നും എടുക്കാനില്ല. നമുക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് ഇനി എത്ര ഉണ്ടാവുമെന്ന് അറിയില്ല. ഓക്കെ, ഇതൊക്കെ ആ സ്ഥലങ്ങളാണ് നമ്മൾ വന്ന വഴി, നമ്മൾ പോയ വഴി. ഉള്ളവരൊക്കെ നമ്മൾ കൊന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് വന്നു. കൊന്നു വന്ന വഴിയെ നമ്മൾ തിരിച്ചു പോവാണ്. ഇനി ഇവിടെ എത്ര അതേ ഇരിക്കുന്നു. അവൻ അങ്ങോട്ട് ഓടി. ഇവിടെ എടുത്തുണ്ട്. അടിക്കല്ലേ. ഓടോ കൊന്നടോ. ഒരു വാമ്പയറിനെ ചിന്ന ഭിന്നമായി കൊന്നു കളഞ്ഞു ഗൈസ്. വാമ്പയറിനൊന്നും ഇവിടെ ഒരു വിലയില്ല. എവിടെ ആകാശത്തോ? നമ്മൾ തിരിച്ചു വന്നപ്പോൾ ദേ ഇവിടെയാണ്. ഇതെവിടെയാ? ഇത് സേവ് ആവൂല കേട്ടോ ഗൈസ്. കള വൃത്തിയിട്ടവനെ ഒക്കെ നേരത്തെ എടുത്താണ്.
നമ്മളിതൊക്കെ നേരത്തെ എടുത്താണ്, അവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്താണ്. അവർ പിന്നെയും വരും. എവിടുന്നാണ് നമ്മളെ കൊന്നത്? എളുപ്പല്ലട്ടാ ജാതി സാധനങ്ങളൊക്കെ കൊല്ലാനേ. ക്രാഫ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഫോർ ഫറ്റീഗ് എന്നാണ് പറഞ്ഞത്. നമുക്ക് ഒരുവിധം സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി നമുക്ക് പോകാനുള്ള സ്ഥലം എന്ന് പറയുന്നത് തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്കാണ്. അവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം? മരുന്ന് കൊടുക്കണം. ഓക്കെ, റംബർഗ് ഹോസ്പിറ്റൽ. ഇവിടെ എന്ത് സംഭവം ഇട്ടിട്ടുണ്ട്? പബ്ലിക് നോട്ടീസാണ്. ആരും മുന്നോട്ടും പഠിക്കണ്ട. ഓ, ഇതാ മറ്റേ സ്ഥലം തന്നെയല്ലേ? ഇതോ നമ്മൾ ഏതിൻ്റെയൊക്കെയോ ഉള്ളിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറുന്നുണ്ട്. ഇതിപ്പോൾ ഏതാണ് സ്ഥലം എന്ന് കയറിക്കഴിഞ്ഞതിന് ശേഷം മനസ്സിലാവുള്ളൂ. ഹോസ്പിറ്റലായാൽ മതിയായിരുന്നു. അല്ലേ പിന്നെ തിരിച്ചും ബാക്കിലേക്ക് തന്നെ പോകണം. ഓ, ദ വേൾഡ് മോർഗ്. എനിക്ക് കേൾക്കണ്ട ഈ സ്ഥലം, കാണണ്ട, എനിക്കിഷ്ടല്ല. അപ്പോൾ നേരെ ഓപ്പോസിറ്റുള്ള സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. നമുക്ക് ഒരുവിധം മെഡിസിനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് കൊണ്ടേ കൊടുക്കണം. എന്നിട്ട് നമുക്ക് എന്തോ സംഭവം ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് സെറ്റാവും. ഓക്കെ, ഹോസ്പിറ്റൽ. ഇതിനകത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ഓ, ഇതിങ്ങനെ കൂളായിട്ട് തുറക്കാനൊക്കെ പറ്റില്ല. കൊള്ളാം. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇത് കൊടുക്കാനുള്ള സംഭവം 47-48 സെക്കൻഡ്. നമുക്ക് ഓടി ഓടി ഒറ്റ ഓട്ടം. മാറുതിക്കു ഡോക്ടറെ. ഇവിടെ എവിടെയാണത്? എവിടെയാണിത്? പുറത്തേക്കുള്ള വഴിയാണല്ലോ. 8 ഇനിയിപ്പോൾ മുകളിലാണോ? ഇത് മേലെ ആയിരിക്കും കേട്ടോ. നിങ്ങളൊന്നും ഒന്നും പിടിക്കണേ. ഞാനൊക്കെ ഇവിടെ എന്തിനാ പിടിക്കണേ? With you at our side, Dr. Reed, I know that Pembroke will prevail and survive this epidemic. ഭയങ്കര എപ്പിഡമിക്കാണ്. പാൻഡമിക് എന്നൊക്കെ പറയല്ലേ, ആ സാധനം. സിസ്റ്ററിനെ തിരഞ്ഞാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. 42, 39, 38. ഓക്കെ, അപ്പോൾ ഇതിനകത്തിട്ട് പോയിട്ട് എന്തോ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ എന്തോ ഉണ്ട്. യെസ്, എത്തിയിട്ടുണ്ട് നമ്മുടെ സ്ഥലത്ത്. ഇത് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യണം. ഇതാണ് ക്രാഫ്റ്റ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. ഇതല്ലേ? എന്തോ ക്രാഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു അല്ലേ? ഇത് റീസൈക്കിളാണ്. പക്ഷെ ഇവിടെ തന്നെയാണ്. എന്തോ ക്രാഫ്റ്റ് ചെയ്യാനുണ്ട്. ക്രാഫ്റ്റ് മെഡിസിനാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ ആയിരിക്കുമോ?
ഇത് സെറ്റാക്കണം. പിന്നെ ഓക്കെ, അപ്പോൾ നമ്മളോട് ഉണ്ടാക്കാൻ പറഞ്ഞ സംഭവം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നൈറ്റ് ഷിഫ്റ്റ്. Bring the medicine to Dorothy Crane in the patient room. ഓക്കെ, അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഈ സാധനമായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ തിരിച്ചു പോയിട്ട് ഡൊറോത്തി എന്ന് പറഞ്ഞ നേഴ്സില്ല, ആ നേഴ്സിന് നമ്മൾ കൊടുക്കുകയാണ് വേണ്ടത്. ഡൊറോത്തി ചേച്ചി ഇവിടെ ഉണ്ടോ? അത് ഹലോ അമ്മച്ചി. ഡൊറോത്തി ഇവിടെ എവിടെയില്ല, താഴെയാണെന്ന് തോന്നുന്നു. ഓക്കെ, സെൻസസ്. ഇത് നമ്മളൊരു എബിലിറ്റിയാണ്. നമുക്ക് ആളുകളെ, മനുഷ്യന്മാരെ നമുക്ക് വേറെ ആയിട്ട് കാണാൻ പറ്റും. കാരണം അവരുടെ ഹാർട്ട് ബീറ്റ്, ബ്ലഡ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് നമ്മളെ നേഴ്സ് ചിലപ്പോൾ ഇവിടെ എവിടെയെങ്കിലും കാണും. അതെ ഇരിക്കുന്നു. Finally, you've returned, Doctor. Did you find anything of value? Yes, nurse. You've worked your first miracle, Doctor. Now, this patient here needs immediate treatment. Duty calls. When the storm has passed, I'll show you how to mix the remedy yourself with the same basic ingredients. Many thanks, Doctor. When you've finished, you ought to report to Dr. Swansea in his office. He's been looking for you. Seemed pressing. Okay. Don't waste your time with me. അപ്പോൾ നമ്മൾ ചാപ്റ്റർ 1 കംപ്ലീറ്റ് ചെയ്തു. ചാപ്റ്റർ 2 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതിലുള്ള മിഷൻസാണ് ഇപ്പോൾ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എ റാറ്റ് ഇൻ ദ ഹോസ്പിറ്റൽ, ടാക്ക് ടു എഡ്ഗാർ സ്വാൻസി. ഓക്കെ, ഇയാൾ എവിടെ തപ്പി പിടിച്ചെടുക്കണം. ബ്ലഡ് ടെംപ്റ്റേഷൻ. റിമെമ്പർ സിറ്റിസൻസ് ബ്ലഡ് വിൽ പ്രൊവൈഡ് യു എ മാസീവ് എക്സ്പി ബൂസ്റ്റ്. Look for citizen of your memorized level or below and choose wisely. ഓക്കെ, നമുക്ക് ഇടയ്ക്ക് ബ്ലഡ് കുടിക്കേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെ ആകുമ്പോൾ ചൂസ് ചെയ്തിട്ട് കുടിക്കാനാണ് പറഞ്ഞത്. നോക്കാം. നമുക്ക് ഇവിടെ ഉള്ളൊരു പേഷ്യൻറ്റിനോട് പോയി, അല്ല പേഷ്യൻ്റ് അല്ല, ആരോടോ പോയി സംസാരിക്കാനോ എന്തോ ആണ് പറഞ്ഞത്. ഇവിടെ എവിടെയോ ആണുള്ളത്. മേലെയാണോ ചേട്ടാ? ഇയാളല്ല കേട്ടോ. ഇയാൾ ചത്തോ? ഇല്ല. Good evening, Mr. Hampton. How do you feel? Dr. Reed, is it? Oh, sir, I must apologize for my behavior. What do you mean? I was not myself in the factory. Fear and exhaustion made me say awful things to you, I'm afraid. You remained perfectly nice and polite. A little delirious, perhaps. But who wouldn't be after enduring an abduction? Thank you, Doctor. Hi. That's a relief. Nova, now you all I are need to do is rest and return to my flock. Goodbye, Mr. Hampton. We'll talk again later. അല്ല, അപ്പം ഇത് എവിടേക്കാ പോകണ്ട? മോൾക്കാണ്. Please, Jonathan, come in. ഇവിടേക്കാണ്. Fascinating, is it not? In the last decade, so many mysteries have been brought to light with our microscopes. The human body, biology's penultimate frontier. അതെ. The more we explore its boundaries, the less we're able to trace a clear line between life and death.
You, my friend, have a foot in both countries. The view must be vertiginous. It's at least as vertiginous as chatting about vampires with you, I would say. This must be all so new to you. This area of town, the hospital, a brand new life. How stimulating it must be. I wish I could share your enthusiasm, Dr. Swansea. But my condition defies scientific categorization. Undead? Unalive? Immortality defies logic. I cannot express my thrill at this serendipitous turn of events. The world's most eminent specialist in blood transfusions, a vampire. One might say a gift from heaven. It may seem strange, but your words have brought me some comfort here. Forgive me. I've been an admirer of your work for a long time, and now you are so much more than a brilliant physician. And please, call me Edgar. Okay, Edgar. Edgar നമ്മളൊരു പുതിയ ഫ്രണ്ടായി മാറിയിരിക്കുകയാണ്. There is no need to apologize, Edgar. You offered me sanctuary when I had none. Very well. I have a task for you, Jonathan. Something that will require all your newfound skills. Please, go on. The Pembroke only survives through the generosity of our benefactors. Unfortunately, our main donor has found herself in a bit of a bind. Now, if you could help her out... A spokesman or politician is what you need. That's not my calling. And until I come to understand what has happened to me, I require discretion. Discretion is in order, Jonathan. Lady Ashbury has recently received rather indelicate correspondence that, if revealed, would jeopardize her position. And you would like me to eradicate this threat? By the stole, of course not. I would just like you to pay her a visit. Her ladyship is certainly near the tents outside, tending the sick. You can't miss her. Look for someone impossibly delicate. Accepted. I'll see what kind of trouble Lady Ashbury is in. Ashbury. Nice name. അപ്പം നമുക്കിനി ഒരു ടാസ്ക് തന്നിരിക്കുകയാണ്. നമുക്ക് നേരെ പോയിട്ട് ലേഡി ആഷ്ബ്രീനെ പോയി കണ്ടതിന് ശേഷം അവർക്ക് എന്തോ കാര്യങ്ങളെന്തോ ചെയ്യാനുണ്ട്. അത് പോയി ചെയ്ത് കൊടുക്കാം. നമ്മൾ എന്തായാലും വാമ്പയറായി പോയില്ലേ. വാമ്പയർ മാത്രമല്ല കത്തിയുള്ള വാമ്പയറാണ്. Back to the hospital benefactor. ഇതേ നിൽക്കണോ? ഇതെന്തത്? ഓ നീ അപ്പം തുടങ്ങിയ വലിയാണല്ലോ. ചങ്ക് കരിഞ്ഞ് വാടി പോയി ചത്തു കൂട്ടാ. എടാ നോവേ എങ്കിലും ഉണ്ടല്ലോടാ ലൈവ് കാണാൻ. വേറെ ആരുമില്ല. ഓ ഇതാണോ ആ കുട്ടി. The flu took my dear wife, Emily. I take comfort knowing we'll soon be together again. Emily എന്ന് പറയുമ്പോൾ പ്രേതായിട്ട് വരും. Mr. Rainfield, that's no way to talk. You're in good hands here, and we'll be up again soon enough. ചത്തോ? ഇല്ല. Now do me a kindness and get some sleep. I'll be back round later. അതെ. Your words are kind, the blessings of an angel. You're the sweet, sweet lady of mercy. Good evening, Dr. Reed. It's a pleasure to see you again. ഞാനും. You seem surprised. Dr. Swansea has brought me up to speed concerning your recent appointment to Pembroke Hospital. അതെ. You're a vamp. The lady who saved me that night, before vanishing into thin air. I remember you from the pub with Dr. Swansea. Indeed. Allow me to introduce myself formally this time. My name is Lady Ashbury. I remember you well, in spite of the brevity of our encounter. Oh. I'm glad to see you if you played. Apologies. You've taken me by surprise. I'm very happy to see you. The pleasure is mine, Doctor. I hope you're more disposed to answer my questions now. You must have countless questions, but our rather urgent matter first.
Swansea has explained. My cover, if you prefer, has been compromised. Dr. Swansea has commissioned me to be your agent in this matter. You could start by explaining what's amiss. These past insufferable weeks, I've been the victim of extortion. I've made a first payment, but the blackmailer grows greedy. I must refuse his most recent demands. Please continue. Every detail is essential. I'm your man. My embarrassment in this matter is eclipsed only by my shame at having put the hospital at risk. The threat from our anonymous scoundrel is clear. A list of dates. My visits coinciding with the dates of suspicious patient deaths due to massive blood loss. Is it true? Now aren't you the blunt one? Excuse my impertinence, your ladyship. This is not an interrogation. I assure you that this line of questioning is in your best interest. In all honesty, I'm not simply a patron to the hospital. My visits serve a dual purpose. Dr. Swansea has been treating my condition with a revolutionary technique of blood transfusion. It seems you are a specialist in the domain. I'll take care of it. Do you know where I should start? If that was the case, I'd settle the matter myself. You could talk to our local gossip, Harriet Jones. Not a pin drops here without her hearing about it. I'll meet that woman now. My life, as others know, is in your hands, Dr. Reed. I'm sure of your discretion, but I do fear your powers of persuasion will be put to the test. When this is resolved, I'll be your obligé. I'll answer all questions in regards of your condition. ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ പോട്ടെ. അപ്പം നമുക്കിനി വേറെ ഏതോ ഒരു വൃത്തിയിട്ടവനെ കാണാൻ പോകണം. അയാളാണ് ഇൻഫർമേഷനൊക്കെ തരിക. എന്നിട്ട് ഇവരെ സഹായിക്കണം. അതാണ് ഉദ്ദേശം. എവിടേക്ക് പോവും? ഓ, ടാക്ക് ടു ഹാരിയറ്റ് ഇൻ ദ ഹോസ്പിറ്റൽ. ഇയാളിഞ്ഞ് എവിടെ പോയി കിടക്കണേ? ഈ സൈഡിലൊക്കെയാണ് കാണിക്കുന്നത്. 11 മീറ്റർ എന്നൊക്കെ പറഞ്ഞു. ആ, ദേ ഇരിക്കണു. അവിടെയാണ്. അയാൾ അസുഖമായിട്ട് കിടക്കുക. പാവം. My blood and soul. I'm in pain. I need my medication. ചേച്ചി. What is this? Who are you? Get out of my room. There's no need for alarm, madam. I'm Dr. Reed, the new surgeon. Preposterous. Dr. Reed, you say? I don't want some bumbling intern. Where's Dr. Swansea? Please, calm down, madam. I assure you that I am highly qualified. I'm just back from war duty. How brave. Threatening an old defenseless woman. You know how long I've been a patient here? You've picked the wrong fight. I'm Harriet Jones. Harriet Jones? Indeed. I've been meaning to have a chat with you. You know what goes on here better than any other patient, I gather. Oh, better than any patient, nurse or doctor. I've seen so many vile undertakings. I heard there have been some despicable goings-on. Was there a case of blackmail? Blackmail? Wait. You're investigating something. This isn't a social call. One of those incompetent cunts slit a poor sod's vein. I assure you, madam, this is not an investigation into a possible medical error. Debauchery, then? Nurses Crane, Hawkins, Brannigans, whores, all of them. They can't keep their legs shut. I've seen them scratching slutty sores. Really? Well, if you have irrefutable proof, I'll not have the staff behaving in such a manner here. This is your business, Doctor, not mine. But I swear one of the nurses is cavorting with some man on hospital hours. Thank you for your time, Miss Jones. You've given me something to go on.
See you on the next round. Thank you, thank you. The patients and staff might know something. Pippa I'll start Hawkins. my investigation with them. ഒരു കള്ള നേഴ്സ് ഉണ്ട് ഇവിടെ. ആ കള്ള നേഴ്സാണ് ഇതിനൊക്കെ കാരണം. നേഴ്സേ ആരാ ഇരിക്കാൻ പാടേണോ? Good evening, madam. Can I help you? It's my son who needs you, sir. I'm Dr. Jonathan Reed. How can I help your son? I'm Beatrice Goswick, mother of Mortimer Goswick. Could you check on him, please, Dr. Reed? I've heard much of your talents as a physician. What can you tell me about yourself, Mrs. Goswick? Not much to say. Just take care of my Mortimer and I'll cover all the expenses. That's all that matters. Okay, ഇനിയിപ്പോൾ അധികം questions ചോദിക്കണ്ട. What do you think of your reception here? Any complaints? I have had the uttermost reservations about this hospital since we arrived. But we had no other choice, considering the state of emergency. Is there something in particular that's bothering you? Some of the staff were not especially welcoming. I suspect they're not accustomed to dealing with patients of such social standing. Tell me more about your arrival at the Pembroke Hospital. What gave you such a bad first impression? The ambulance driver was quite rude, for a start. And that nurse, Miss Hawkins, seems to have quite a dubious attitude. What do you mean? She managed to secure a bed for my son despite the epidemic. It was a relief, but it wasn't cheap. She charged for a bed. Yes, and I paid without question, considering the urgency of the situation. Goodbye, Mrs. Goswick. നമുക്ക് വേറെ നേഴ്സിനെ കണ്ടുപിടിക്കണം. അന്ത നേഴ്സ് എങ്കിൽ ഇരിക്കുന്നു പാക്കണം. നേഴ്സേ, നേഴ്സുമാരൊക്കെ ശാപാണ്. തരാം. Good evening, sir. I'm Dr. Reed. I believe we're going to be colleagues. Reed? Yes, I've been informed about your arrival. I'm Waverly Ackroyd. Welcome aboard, I suppose. Does my arrival inconvenience you in some way, Dr. Ackroyd? Let us just say that I don't particularly share Dr. Swansea's enthusiasm for hiring you. What we need here are reliable professionals, not overrated dabblers. Thank you for your time. We'll talk later. അവനെക്കാട്ടിലും 5-6 ഇരട്ടി ഹൈറ്റ് ഉണ്ടല്ലേ നമുക്ക്. വാമ്പയറാണ് കളിക്കണ്ട കൊല്ലി ഞാൻ ഇതാരാ കുട്ടേ. Good evening, nurse. Good evening, Doctor. I don't think we've been introduced yet. My name is Pippa Hawkins. And I'm Dr. Jonathan Reed. Dr. Swansea has recently offered me a position in this hospital. Well, it's a euphemism that your help will be appreciated, Doctor. What can you tell me about the strange man visiting one of the nurses during her shift? Let me guess. You spoke with that old shrew, Harriet Jones. Do not pay attention to her, Doctor. She's full of fanciful tales. No matter how you feel about her, Miss Jones deserves our help. Who says I don't care for her? Hate is what keeps that old crone alive. She could have been telling the truth about the mysterious man. That old witch will end up in hell soon enough. Who cares if the nurse finds some happiness where she can? Oh. How would you describe the situation at the Pembroke Hospital? It's serious. The flu is wreaking havoc amongst the staff and patients. We are running out of everything.
You must get a hold of yourself, nurse. Sorry, I'm exhausted. No one has any idea when this epidemic will be over. Nurse Hawkins, the Spanish flu won't last forever. Even the Black Plague didn't kill everyone. I wish I could believe you. But what if this epidemic was worse? What if in the end, nobody was spared? How long have you been a nurse? Well, long enough to see that the epidemic is winning. And no matter how qualified you are, don't tell me you'll change that. You'd be surprised what dedication can achieve, Nurse Hawkins. In medicine, sometimes we're just a test result away from a miracle. Sorry, Doctor. I don't want to sound bitter, but I'm just too tired to give a pep talk like Nurse Brannigan. How is the Pembroke staff coping with the epidemic? Well, not well. Milton, the ambulance driver, is even more grumpy than usual, especially concerning doctors. Why is Milton grumpy on a daily basis? Is it just an act? Milton's not the kind of man who's bothered about a bad reputation, whether he deserved it or not. Why does Milton dislike doctors? I don't know. Just ask him. But be warned, Milton is not the chatty type. Okay. What can you tell me about the strange man visiting one of the nurses during her shift? Let me guess. You spoke with that old shrew, Harriet Jones. Do not pay attention to her, Doctor. She's full of fanciful tales. Okay. Now we need to Hint required. Goodbye, Nurse Hawkins. Okay. ഇനി നമുക്ക് വേറെ നേഴ്സിനും കൂടെ നമുക്ക് തപ്പി പിടിക്കാനുണ്ട്. അന്ത നേഴ്സ് എங்கே ഇരിക്കുന്നു പക്കണം. ആ നേഴ്സ് ഈ ഭാഗത്ത് എവിടെയോ ഉണ്ട്. അതിനും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കിട്ടാനുള്ള കിട്ടും. തരാ ഡ്രൈവർ വന്നിട്ടുണ്ട് ഒരുമാതിരി. ഇതാ പെണ്ണല്ലേ. ഒരു നേഴ്സ് ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. ഇതിലങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൽ പോയത്തോട്. നേഴ്സേ. Good evening, nurse. I'm Dr. Jonathan Reed, the new surgeon here at the Pembroke. Dr. Swansea has already told us about you, sir. I'm Nurse Gwyneth Brannigan. Welcome to the Pembroke Hospital. Did he really? It's a good thing I wasn't hoping to keep a low profile. All members of staff have already read about your new blood transfusion technique. Dr. Swansea made sure of that. I see. Well, I'm a little surprised, but I suppose I'll just have to deal with this unexpected notoriety. You must know, blood transfusions are Dr. Swansea's primary subject of research. He is convinced it is the future. Personal life ne kurichu choikkanamennundey hint vaanam. How are things here? Not good, to say the least. We're struggling against an invisible enemy, more lethal than any bullet from a gun. It's hard, Doctor. An invisible enemy? Quite a poetic term for a disease, especially from a nurse. Sorry, Doctor. These last few weeks have been exhausting. We could all do with a good night's sleep. Do you think this hospital can survive the epidemic? We are all volunteers here, and we're trying to hold fast, but how do we beat an invisible killer? Some nurses have already resigned. I'm not familiar with all the staff yet. Perhaps you could help me. Brilliant professionals, most of them. Dr. Swansea has a gift for recruiting talent. Most of them? Is there a problem I should know about, nurse? It would be inappropriate for me to speak ill of a colleague.
Is there anyone that stands out? Well, I have never met someone as dedicated as Dr. Tippett. He should be a standard for us all here. If only he were younger. Why should his age be a problem? I guess it's fair to say he's always pushing himself to the limits. He just doesn't know when to stop and get some rest. Nurse Brannigan, if you do know something, please tell me. Anything you say will be held in confidence. No. I may disagree with some conduct, but in the end, everybody is doing their best. What? Hindi record on a hospital staff with a criminal background. Have you seen a strange man visiting any of the nurses here? I've never heard of such a thing, Doctor. Do you know if any of the hospital staff have criminal backgrounds? The people who work here all come from very different backgrounds, Doctor. Just like the patients. Goodbye, nurse. Call me if you need assistance. ഞാൻ ഇവിടുത്തെ സാധനം എടുത്തിട്ട് പൊങ്ങട്ടെ ഒക്കെ എനിക്ക് ആവശ്യം വരും അപ്പോൾ ഓക്കെ അപ്പോൾ അതും കഴിഞ്ഞു ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പോകാനുള്ളതെന്ന് തോന്നുന്നുണ്ട് നമുക്കൊന്ന് പുറത്ത് പോയിട്ട് അതിന് മുമ്പായിട്ട് നമുക്ക് റൂമിലേക്കൊന്ന് പോയിട്ട് വേണമെങ്കിൽ ഒന്ന് സേവ് ചെയ്യാം ചേട്ടാ നിങ്ങളോട് സംസാരിച്ചിട്ടില്ല സംസാരിക്കാം I'm Dr. Jonathan Reed. I'm new here. I've already heard about you, Dr. Reed. I'm Milton Hooks, the ambulance driver for this shithole of a hospital. That's quite a blunt introduction, Mr. Hooks. You can call me Milton. I like to speak my mind, Dr. Reed. Perk of the job. Don't judge me, and I won't judge you. I'm not sure I understand what you're talking about. Well, I'm no doctor, but I'm pretty sure a gun can't be used as a surgical instrument. You have a keen eye. I learned to shoot during the war, and have carried one ever since. Old habits die hard. No need to explain, Dr. Reed. And if you ever need a better gun, remember, I may have something for you. How is the situation around here? You want to hear the situation is all right? It's fucking awful. We lack everything, and it's getting worse every day. So what do you do exactly in this hospital? Apart from smuggling guns, I mean. I've been an ambulance driver since... too long, I guess. I'll bring sick people here night and day. It's a dirty job, but I get it done. Most of the time. Since you're on the front line, how is the sanitary situation in this vicinity? It's a complete disaster. It's even getting dangerous to enter some streets or buildings. Even the locals attack you. It sounds like things have been a bit rough recently. What's happened? Yesterday I got attacked by the patient I was bringing here. I escaped through the hospital's garden, but I lost my wallet when I was running. You left an infected patient outside the hospital? That's incredibly dangerous. Go there yourself if you want, but be careful, Doctor. I'd rather not bring your dead body back. Are you really smuggling weapons through the hospital? And why not? I've already been attacked by patients, you know. And by gang members willing to steal my money. But you're not defending yourself. You're selling guns to civilians. You keep people alive your own way, Doctor. I offer them another way to protect their health. Why do you have such a mediocre reputation among your colleagues, Milton? Fuck them. Nobody knows the horrors I've seen since working here. This city was sick long before the epidemic, Dr. Reed. I know it's a difficult task, but correct me if I'm wrong. Is this not the job you are paid to do? I've seen babies left to die while their brothers were properly fed. Underage girls and boys sold to all manner of perverts. I'm sorry, I don't know what to say. Yeah, exactly. We lack words. So excuse me if I don't look on the bright side of life. Have you heard of any underhand dealings going on in this hospital? There are a lot of secrets round here. I'm not surprised someone tried to make money from them. What kind of secrets? I'm not in the gossip business, Dr. Reed. If you want to know more, you better talk to Harriet Jones. She's the eldest patient here. Okay. I'd like to see your goods. Wise choice, Dr. Reed. A reliable gun is what everybody needs these days.
താങ്ക്സ് എടാ, ഈയെങ്കിലും ഉണ്ടല്ലോ ഇവിടെ. സമാധാനമുണ്ട്, ഒരാളെങ്കിലും ഉണ്ടല്ലോ. അയ്യോ ഇവൻ്റെ കയ്യിൽ കുറേ ഗണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വാങ്ങാൻ പൈസ കൊടുക്കേണ്ടി വരുമോ? വേണമല്ലേ? പൈസ നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കുറച്ച് പൊക്കിയിട്ടുണ്ട്. പറ്റുമോ? പടിവാള്, കത്തി, സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതെന്തത്? കോമൺ ഹാൻഡിൽ പാർട്ട്. എന്താ കോമൺ ഹാൻഡിൽ പാർട്ട്? സ്ക്രൂ ഡ്രൈവറൊക്കെ എന്തിനാ വെച്ച് കുത്താനോ? അയ്യേ, ഇത് നോക്കും വാങ്ങാൻ പറ്റില്ല. എന്താണ്? ഡബിൾ വേൾഡ് ഗൺ പ്രോസസ്ഡ് ബൈ മിലിറ്ററി വർക്ക്സ് പ്രോബബ്ലി ഒബ്റ്റൈൻഡ് ആസ് എ പേയ്മെന്റ് ഫ്രം എ സോൾജിയർ. അഞ്ചായി. ഇത് വാങ്ങാൻ പറ്റില്ല. പറ്റില്ല. യു ക്യാൻ ഓൺലി അപ്ഗ്രേഡ് യുവർ വെപ്പൺ യൂസിങ് എ ഹൈഡ് ഔട്ട്സ് വർക്ക് ബെഞ്ച്. നന്നായി. ഞാൻ പോട്ടെ ചേട്ടാ. നമുക്ക് നേരെ ഓഫീസിലോട്ട് പോയിട്ട് ഒന്ന് സേവ് ചെയ്യാം, ഒന്ന് കടന്നുറങ്ങാം. രാവിലെ ആവില്ലല്ലോ ഇതിന്. വെരട്ടിപ്പറ വാമ്പയർ ആടാ. ആ, ഇവിടെ ആരോ എന്തോ ഉണ്ട്. നമ്മൾ ഓഫീസ് ഇവിടെ എവിടെയോ, ഈ ഒരു മൂലൊക്കെ എവിടെയാണ്. ഡോക്ടർ റീഡ് ഞാനാണ്. ഛേ, ഉള്ളിലേക്ക് ഇടോ. എൻ്റെ റൂം ഇതെന്താ ഇവിടെ തുറന്നിട്ടിരിക്കണേ? ഇതിൽ പോകാൻ പറ്റുമോ? ഓ ഓ ഓ ഓ ഓ, രാത്രിയാകുമ്പോൾ ഇത് തുറന്നിടും തോന്നുന്നുണ്ട്. നൈസ്. നമുക്ക് ചോരടിക്കാൻ പുറത്തു പോകാനുള്ള വഴിയാണ്. കിടന്നുറങ്ങാം. പവർ എന്തെങ്കിലും നമുക്ക് കൂട്ടാം. എൻ്റെ കണ്ണൊക്കെ ഉണ്ടല്ലോ, പേടിയുണ്ട്. പ്രേതം. നമുക്ക് ബൈറ്റിൻ്റെ ഒരു സാധനം കൊണ്ട് കൂട്ടാൻ പറ്റും നോക്കട്ടെ. ഒന്ന് കൂട്ടിയിട്ടുണ്ടത്. സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിക്കൽ ബാഗോ? മെഡിക്കൽ ബാഗ് വേണമെങ്കിൽ കൂട്ടി വെക്കാം. ലൈഫ് കൂട്ടി വെക്കാമല്ലോ. ഓക്കെ, അത് നമ്മൾ സെറ്റാക്കി. ഇനി ബോഡി കണ്ടീഷൻ നമുക്ക് ഒന്ന് സെറ്റാക്കാം. ടോട്ടൽ ചെറിയ കുഞ്ഞു കുഞ്ഞു അപ്ഗ്രേഡ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് സെറ്റാക്കാം. ബ്ലഡിൻ്റെ അവിടെ എന്തോ ഉണ്ട്. എന്താ ബ്ലഡ്? എന്താ ബ്ലഡിൻ്റെ കപ്പാസിറ്റി? ഓക്കെ, അത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞ സാധനം ഇത് ലോക്കാണ്. ലെവൽ 10 റിക്വയർഡാണ്. അപ്പോൾ നമുക്കിനി എന്താണ് ചെയ്യേണ്ടത്? ബ്ലഡ്, ബോഡി, അഗ്രസീവ്, ഒഫൻസിൽ ഇനി എന്താ ചെയ്യാനുള്ളത് നോക്കട്ടെ. ഇതെന്താ? 1300 ഇത് 600 കൊടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടും. ഇത് ബ്ലഡ് ബാരിയറോ? You create an invisible barrier absorbing direct damage until it fades or destroyed. അറിയാത്ത സാധനത്തിൽ കൊണ്ടുപോയിട്ട് കൈ ഇടണ്ടല്ലോ. ഇതെന്താ? ഓക്കെ, ഇത് യു ട്രെയിൻ യുവർ ഓൺ ബ്ലഡ് 1300. നമ്മളതിലില്ല സാധനം. നമ്മളതിലില്ല, എടുക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ഇതൊന്നും കിട്ടൂല. അപ്പോൾ അപ്പം എന്ത് ചെയ്യുക? അത് എടുക്കാം. ടാക്റ്റിക്കൽ എടുക്കാം. ടാക്റ്റിക്കൽ എന്ന് പറയുമ്പോൾ 1000. ചെറുതൊന്നും ഇല്ല ഇപ്പോൾ. ചെറുതെല്ലാം തീർന്നു തോന്നുന്നു. ഇതിനെത്രയാ? ഇതിന് 300. ഫിസിക്കൽ പ്രോവേസ്. സ്റ്റാമിന കുറച്ച് കൂട്ടിക്കോട്ടെ. 300. അത് എടുക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് വൈറ്റിൽ പോവാം. വൈറ്റെങ്കിൽ വൈറ്റ്. ഓ, ഇതും കൂട്ടാൻ പറ്റില്ല. നമുക്ക് ഓരോന്നോരോന്ന് എടുക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ബോഡിയിലോ? അത് എടുക്കാൻ പറ്റില്ല. സയൻസിൽ നമുക്ക് സയൻസ് 2 ആണ്. കാർട്രിഡ്ജ് ബാഗ്. ഇൻക്രീസ് ദ നമ്പർ ഓഫ് ബുള്ളറ്റ്സ് യു ക്യാൻ ക്യാരി. ബുള്ളറ്റ്സ് പോയിട്ട് നമ്മൾ നോക്ക് പോലും എടുത്തിട്ടില്ല ഇത്രയും നേരമായിട്ട്. ഓക്കെ, ഇത് 500. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോങ്കിൾ ട്രെയിൻ യുവർ സ്റ്റാമിന. ഇതെടുക്കാം. ഓക്കെ, അപ്പോൾ അത് അൺലോക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് XP ഇല്ല, അതുകൊണ്ട് നമുക്ക് ഇനി ഒന്നും ഇപ്പോൾ എടുക്കാൻ പറ്റില്ല. അയ്യോ, നമ്മൾ കൺഫേം ചെയ്തു. ജസ്റ്റ് ഒന്ന് കിടന്നുറങ്ങി എണീക്കും.
അപ്പോൾ ഇത് സേവായി എന്ന് വിചാരിക്കുന്നു ഞാൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പുറത്തേക്ക് പോവാം. പുറത്തേക്കൂടെ പോയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് നോക്കണമല്ലോ. ഇവിടെ ഡാർക്കാണ്. ഇത് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് സൈഡാണ്. നമ്മളെ റൂം അവിടെയാണ്. റൂമിലേക്ക് നമുക്ക് ഒറ്റയടിക്ക് കൂടി കയറാൻ പറ്റുമെന്ന് നോക്കട്ടുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നൈസായിരിക്കും. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് കയറാം. പറ്റൂലേ? പറ്റും. റൂമിലേക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഓടി കയറാം കേട്ടോ. അതിൽ പോയി കഴിഞ്ഞാൽ സിറ്റിയാണ്. ഇതിൽ പോയി കഴിഞ്ഞാൽ എവിടേക്ക് എത്താൻ നോക്കട്ടെ. ഓക്കെ, ഇതതിൻ്റെ ബാക്ക് സൈഡ്. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത് ചേട്ടാ? Good evening. I'm Dr. Reed. Always a pleasure to meet a colleague, sir. Especially when he was supposedly dead. A colleague? Are you a doctor too? Not anymore, sir. I used to be Dr. Rakesh Chadana. Now, I'm just Mr. Chadana, pawnbroker and humble guardian of this morgue. What do you mean, you used to be a doctor? Was your license revoked? No, sir. It is just that I like to be precise. I run a little pawn shop while taking care of the dead. But I used to be a real doctor. അപ്പോൾ ഇയാള് ഇന്ത്യൻ ക്യാരക്ടറാണ് കേട്ടോ. ഈ ഗെയിമിൽ ഇന്ത്യൻ ക്യാരക്ടർ. How you, the dead, seem peaceful and lost at the same time. ഓക്കെ, ഇതിൻ്റെ ബാക്ക് സൈഡാണല്ലേ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നേരത്തെ ആരാ സംസാരിച്ചത്? എന്താ ചത്തെടുക്കുന്നത്? ഇതൊക്കെ ഡെഡ് ബോഡീസ് ആണല്ലേ? ഇതൊക്കെ ഇവിടെയുള്ള ഡെഡ് ബോഡീസാണ്. അപ്പോൾ നമ്മൾ കണ്ടു. അപ്പോൾ ഇയാൾ ഇവിടുത്തെ ഗാർഡാണെന്ന്, ആദ്യം ഡോക്ടറായിരുന്നു, ഇപ്പോൾ ഗാർഡായിട്ട് വർക്ക് ചെയ്യുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാൻ വരാം. നമുക്കിതിൽ പോയിട്ട് ഇവിടെ എന്തെങ്കിലും കണ്ടുപിടിക്കാനോ നോക്കാനോ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഇത് വലിയ ഹോസ്പിറ്റലാണ് കേട്ടോ. ഒരുപാട് സൈഡുകളൊക്കെ ഉണ്ട്. ഡിസ്ട്രിക്റ്റ് അത് സീരിയസ്. ഇവരുടെ കയ്യിലൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വടിയൊക്കെ പിടിച്ച് നമ്മൾ അടിക്കും തോന്നുന്നുണ്ട്. വേണ്ട, വെറുതെ അടി കൊണ്ട് ചാവേണ്ടല്ലോ. നമുക്ക് ഇവിടെ റാറ്റിനെ കണ്ടു. എലിനെ കടിച്ച് നിന്നിട്ടാണ് നമ്മൾ സ്ട്രെങ്ത് ഉണ്ടാക്കുന്നത്. ഇതിൽ പെംബ്രോക്ക് ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡാണത്. ഇവിടെ ഇനി ആരാ സംസാരിക്കാനുള്ളതെന്ന് നോക്കാം. നമുക്ക് കുറേ മെഡിക്കൽ സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന. ഇതിനകത്തേക്ക് ഞാനില്ല, എനിക്കിഷ്ടമല്ല അത്. വാമ്പയർ, സോംബി വാമ്പയറാണ്. വാടാ, അങ്ങോട്ട് വാടാ. വരില്ല. ഒരെണ്ണം ഉണ്ട് അവിടെ. ഈ ഏരിയയിൽ ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ എങ്ങനെയാ? ഇത് നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെയല്ലേ? ഹോസ്പിറ്റലിൻ്റെ മറ്റൊരു സൈഡ് അല്ലേ? ഓക്കെ. ഹോസ്പിറ്റലിൻ്റെ മറ്റൊരു സൈഡ്. ഓക്കെ, വേറെ സ്ഥലത്തിട്ട് നമ്മൾ
ആളുകളുണ്ട്. അത് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ സീനാണ്. 2 പേരുണ്ട്. I cannot enter. അതിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഇതിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഡോറൊക്കെ ക്ലോസ്ഡ് ആണ്. ഇതും ബ്ലോക്ക്ഡ് ആണ്. അവനെയും കൊന്നു. ഒരു വടിവാളം എടുത്ത് അങ്ങോട്ട് ഇറങ്ങാണ്. പിന്നെ എല്ലാം മായ. ഈ ഡോറില്ല. അവിടെ കുറേ ആളുകളുണ്ട് അല്ലേ? വേണ്ട. അപ്പം നമുക്ക് തിരിച്ചു പോവാം. തിരിച്ചു പോയിട്ട് എന്ത് ചെയ്യാം? നമുക്കൊന്ന് സേവ് ചെയ്യാം. അതാണ് ഇപ്പോൾ ചെയ്യാനുള്ളത്. എന്തത്? വന്ന വഴി എനിക്കാണെങ്കിൽ ഓർമ്മയില്ല. അവിടെ ആളുകൾ. പെംബ്രോക്ക് ഹോസ്പിറ്റൽ അവിടെ ഉണ്ടെന്നുണ്ട്. അവിടേക്ക് നമുക്ക് പോവാം. സാധനങ്ങളൊന്നും എടുക്കുന്നുണ്ട്. ഒരുപാട് സാധനങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട് അവിടെ നിന്നൊക്കെ ആയിട്ട്. ഇയാളോടെ ഇല്ല. ഇയാൾ വാമ്പയറാ. ക്രാഫ്റ്റിങ് കാര്യങ്ങളൊന്നും ചെയ്യാനിപ്പോൾ ഇല്ല. നമുക്ക് എന്ത് ചെയ്യാം? ഇതിലൊന്നും നമുക്ക് എടുക്കാനൊന്നുമില്ല. സേവ് ചെയ്ത് കടന്നുറങ്ങാനൊന്നുമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. വീണ്ടും മറ്റൊരു ലൈവ് വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഈ ഗെയിം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പാർട്ടുകളായിട്ട് വരും. ഇല്ലാന്നുണ്ടെങ്കിലും ഒരു 10 എപ്പിസോഡ് നമ്മളിതിൻ്റെ ഒരു കണ്ടൻറ്റ് വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം, അല്ലെങ്കിൽ വീണ്ടും മറ്റൊരു ലൈവിലൂടെ കാണാം. ഓക്കെ, അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഗെയിമർ ആൻഡ് സൈനിങ് ഓഫ്.